ഒരു നിമിഷം കൂടെ നമുക്ക് തലകളെ വണക്കാം. പിതാവേ, അടിയൻ അങ്ങയുടെ വകയാണ്. അടിയൻ്റെ കയ്യിൽ തന്നിരിക്കുന്ന വചനവും അവിടുത്തേതാ, കേൾക്കുന്ന ജനവും അങ്ങയുടേതാകുന്നുവല്ലോ. ഈ രാത്രിയിൽ ആഗ്രഹത്തോടെ വാഞ്ചയോടെ അങ്ങയുടെ ശബ്ദത്തിനായി കാതോർക്കുന്ന അവിടുത്തെ മക്കളോട് കരുണയുണ്ടാവുകയും ദൈവത്തിൻ്റെ ആത്മാവിനാൽ അവിടുത്തെ വചനം ഞങ്ങൾക്ക് വിഭാഗിച്ചു തരുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ചുമതലകളെയും ഉത്തരവാദിത്വങ്ങളെയും ഓർക്കുവാനും അത് നിർവഹിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ കാണപ്പെടുവാനും ഞങ്ങളെ സഹായിക്കണമേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മധ്യത്തിൽ വന്ന് ശുശ്രൂഷിച്ചാട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവിൻ്റെ പുണ്യനാമത്തിന് വീണ്ടും നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ കഴിഞ്ഞകാല ശുശ്രൂഷയിൽ ഞാൻ ഏറ്റവും ധന്യമായി ദൈവികമായിട്ടുള്ളൊരു പദവിയായിട്ട് കരുതുകയാണ് ഈസ്കല്ല ഡയസിസിൻ്റെ കൺവെൻഷനിൽ ദൈവവചനവുമായി നിൽക്കുവാൻ ഇടയായത് എന്നുള്ളത്. മാത്രമല്ല, ബിജോയച്ചൻ പറഞ്ഞതുപോലെ കൺവെൻഷൻ്റെ പ്രാരംഭവും കൺവെൻഷൻ്റെ അവസാനവും ബിഷപ്പുമാർ നിർവഹിക്കുന്ന വചന ശുശ്രൂഷ നിർവഹിക്കുന്ന ഒരു രീതി നമ്മുടെ എല്ലാ ഡയസിസിലുമുണ്ട്. എന്നാൽ ഈ വർഷം ഒരു ബിഷപ്പിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഈ കൺവെൻഷൻ്റെ സമാപന ദൂത് നൽകുവാൻ ദൈവം എന്നെ നിയോഗിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്ക് ആ വലിയ പദവി കർത്താവ് തന്നതിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഈ കൺവെൻഷനിലേക്ക് എന്നെ ക്ഷണിച്ച അഭിവന്യ ഫ്രാൻസിസ് തിരുമേനിയോടും കൊച്ചമ്മയോടും ഞാനുമായിട്ട് ബന്ധപ്പെട്ട ബഹുമാനമുള്ള എത്രയും സ്നേഹവും ബഹുമാനമുള്ള ബിജോയ് അച്ഛനോടും വളരെ സ്നേഹത്തോടെ എന്നെ സ്വീകരിച്ച ട്രഷറർ മാത്തുക്കുട്ടി അച്ഛനോടും സഭയുടെ മറ്റ് ഔദ്യോഗിക ഭാരവാഹികളോടും ചുമതലക്കാരോടും ഞങ്ങളെ വളരെ സ്നേഹത്തോടെ സ്വീകരിച്ച് എല്ലാ അതിഥി മര്യാദകളും കാണിച്ച് ഞങ്ങളെ സൽക്കരിച്ച എത്രയും സ്നേഹവും ബഹുമാനമുള്ള കൊച്ചമ്മയോടും അവിടെ പ്രവർത്തിച്ച എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മിഷണറിമാരെല്ലാവരോടുമുള്ള എൻ്റെ കുടുംബത്തിൻ്റെ സ്നേഹവും നന്ദിയും ഞാൻ അറിയിക്കട്ടെ. തീർച്ചയായിട്ടും ഈ വലിയ പദവി അല്ലെങ്കിൽ ഈ വലിയ അവസരം എനിക്ക് നൽകിയതിൽ ഞാൻ അങ്ങേയറ്റം നിങ്ങളോട് എല്ലാവരോടും കടപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഈസ്കല്ല മഹാടവികയുടെ അനേക ഭാഗങ്ങൾ ഞാൻ കണ്ടിട്ടില്ല, സന്ദർശിച്ചിട്ടില്ല. അവിടെയൊക്കെ വന്ന് ശുശ്രൂഷ നിർവഹിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ദൈവം അതിനുള്ള അവസരങ്ങൾ ഒരുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. എത്രയും ബഹുമാനമുള്ള എൻ്റെ പ്രിയപ്പെട്ട പട്ടക്കാർ, എൻ്റെ സഹോദരങ്ങൾ, പ്രവർത്തകർ, വളരെ ഉത്സാഹത്തോടെ നിങ്ങളുടെയൊക്കെ വളരെ പ്രചോദനം നൽകുന്ന, പ്രോത്സാഹനം നൽകുന്ന സാന്നിധ്യത്തിനും സഹകരണത്തിനും നിങ്ങളുടെ വാക്കുകൾക്കും എൻകറേജ്മെൻറ്റ് തരുന്ന വാക്കുകൾക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. അനേക പഴയ സൗഹൃദം പുതുക്കുവാൻ എനിക്ക് അവസരം ലഭിച്ചു. ഞാൻ മദ്രാസ് പള്ളിയിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ അവിടെ ICF ഒരു പ്രെയർ ഗ്രൂപ്പുണ്ട്. ആ പ്രെയർ ഗ്രൂപ്പിൽ ഏതാണ്ട് 95% ആളുകളും ഈ ഡയസിസ് എന്നുള്ളവരായിരുന്നു, റെയിൽവേയിൽ ജോലി ചെയ്യുന്നവരൊക്കെയായിട്ട്. അതിൽ പലരെയും എനിക്ക് ഈ ദിവസങ്ങളിൽ തിങ്കളാഴ്ചയും ഇന്നുമായിട്ട് അനേക വർഷങ്ങൾക്ക് ശേഷം കാണുവാനായിട്ട് സാധിച്ചു. എല്ലാത്തിനായിട്ടും ഞാൻ ദൈവത്തിന് നന്ദി കരേറ്റുകയാണ്. എനിക്കൊരു റിക്വസ്റ്റേ ഉള്ളൂ, എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം.
കർത്താവ് വായിക്കുന്നിടത്ത് കടന്നുപോയി ദൈവവചനവുമായിട്ട് നിൽക്കുവാൻ. ഒരുവനെങ്കിലും യേശുക്രിസ്തുവിൽ തികഞ്ഞവനായി തീരേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി തീർന്നിരിക്കുന്നു എന്ന് പൗലോസ് പറയുന്നത് പോലെ ഈ ശുശ്രൂഷകളിൽ കൂടെ ഒരാളെങ്കിലും യേശുക്രിസ്തുവിന് വേണ്ടി ആദായപ്പെടുവാൻ, വിശ്വാസത്തിൽ ക്രിസ്തുവിനോട് ചേരുവാൻ ഇടയാകുന്നെങ്കിൽ അതിനപ്പുറം ഒരു ഭാഗ്യമില്ല. അതുകൊണ്ട് ഈ ശുശ്രൂഷയ്ക്കായി കടന്നു പോകുമ്പോൾ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടാകണമേ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് അപേക്ഷിക്കുക. ബഹുമാനമുള്ള ഡാനിയേൽ തിരുമേനിയെയും KG സൈമൺ സാറിനെയും വളരെ വർഷങ്ങളായി വളരെ അടുത്ത് വളരെ ആത്മബന്ധത്തോടെ അറിയാവുന്നത്. ഈ ദിവസങ്ങളിലൊക്കെ തിരുമേനി ഈ ശുശ്രൂഷയിലുണ്ടായിരുന്നു. ആവശ്യമായ പ്രോത്സാഹനമൊക്കെ നൽകി തിരുമേനിയോടും കൊച്ചമ്മയോടുമുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. ഒരിക്കൽ കൂടെ എൻ്റെ പ്രിയപ്പെട്ട ഏറ്റവും ബഹുമാനമുള്ള ഫ്രാൻസിസ് തിരുമേനി, അദ്ദേഹത്തിൻ്റെ ലാളിത്യം, അദ്ദേഹത്തിൻ്റെ സൗഹൃദപരമായ ഇടപെടൽ ഒക്കെ വളരെയധികം പ്രശംസിക്കപ്പെടേണ്ടുന്നത്, ഒരുപക്ഷെ അത്ഭുതപ്പെടേണ്ടുന്ന സംഗതി. അത്രമാത്രം ലളിതമായി മനുഷ്യബന്ധങ്ങളോടുകൂടെ സ്നേഹിക്കുകയും സഹവർത്തിക്കുകയും ചെയ്യുന്ന തിരുമേനിയോടുള്ള എൻ്റെ അല്ലെങ്കിൽ ഞങ്ങളുടെ സ്നേഹവും അറിയിക്കുന്നു. എന്നാൽ ഞാനും വിജയച്ചൻ പറഞ്ഞ പോലെ മരിക്കുന്നിടം വരെയും കുമാരിയായിരിക്കുന്ന എൻ്റെ സഹധർമ്മിണിയും എൻ്റെ ഇളയ, ഞാൻ മരുമകൻ എന്ന് പറയാറില്ല, എനിക്ക് 2 പെൺമക്കൾ 2 ആൺമക്കളെ കൊണ്ട് തന്നിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ ഇളയ മകൻ എന്നേ ഞാൻ പറയാറുള്ളൂ. എൻ്റെ മകനും എൻ്റെ കൊച്ചുമോനും മൂത്ത മകളുടെ മകനും ഞങ്ങൾ ഒന്നിച്ചാണ് വന്നത്. ഈ ശുശ്രൂഷയെ ഞങ്ങൾക്ക് ഒന്നിച്ച് പങ്കെടുക്കുവാൻ ലഭിച്ച അവസരത്തിനായിട്ട് സ്തോത്രം. ദൈവം തമ്പുരാൻ നമ്മളെ എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. ഈശ്വല ഡയസിസ് അധികം ആത്മനിറവോടുകൂടെ സ്വർഗീയ ദൗത്യത്തിൽ പങ്കാളികളായി അനേകരെ ക്രിസ്തുവിൽ തികഞ്ഞവരായി നിർത്തുവാൻ മുഖാന്തരമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ദൈവം നമ്മളെ എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടെ എല്ലാവരോടുമുള്ള സ്നേഹവും നന്ദിയും, പ്രത്യേകിച്ച് എൻ്റെ സഹപട്ടക്കാരോടുള്ള സ്നേഹവും നന്ദിയും ഞാൻ അറിയിക്കുക. കഴിഞ്ഞ 2 ദിവസവും അല്ലെങ്കിൽ കഴിഞ്ഞ തിങ്കളാഴ്ചയും ഇന്ന് ഉച്ച കഴിഞ്ഞ സമയത്തും ക്രിസ്തുവിലേക്ക് മടങ്ങി വന്നുകൊണ്ട് ഒരു ആത്മീക ജീവിതം നയിക്കേണ്ടുന്ന ആവശ്യകതയും അതെങ്ങനെയായിരിക്കണമെന്നൊക്കെയാണ് നമ്മൾ കേട്ടത്. എന്നാൽ ഈ രാത്രി അല്പം വിഭിന്നമായി നിന്നുകൊണ്ട്, കടശി രാത്രിയാണല്ലോ, നമ്മുടെ ദൗത്യങ്ങളെക്കുറിച്ച് നമ്മുടെ ചുമതലകളെക്കുറിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ കൺവെൻഷൻ പര്യവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുക. മനുഷ്യൻ്റെ കുറവുകൾ, പൂർണ്ണതയിൽ എത്തപ്പെടാത്ത മനുഷ്യൻ്റെ കുറവുകൾ, അല്ലെങ്കിൽ മനുഷ്യൻ അപൂർണനാണ് പല വിധത്തിൽ. അപൂർണതയുള്ള മനുഷ്യരെ നമുക്ക് ചുറ്റുപാടും ധാരാളം കാണുവാനായിട്ട് സാധിക്കും. ചിലരൊക്കെ ശാരീരികമായി അപൂർണതയിലുള്ളവരാണ്. കണ്ണ് കാണാത്തവർ, ചെവി കേൾക്കാത്തവർ, മുടന്തർ, തളർന്നവർ ഒക്കെയായിട്ടുള്ള മാനസിക വളർച്ച ഏൽക്കാത്തവരായിട്ട് ശാരീരിക അപൂർണതയിലായിരിക്കുന്ന ധാരാളം പേരെ നമുക്ക് ചുറ്റും കാണാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ സ്വഭാവ വൈകല്യത്താൽ ജീവിതത്തിൻ്റെ പൂർണ്ണതയുടെ സന്തോഷം അനുഭവിക്കുവാൻ കഴിയാതെ മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ അടിമപ്പെട്ട് ജീവിതത്തിൻ്റെ പൂർണ്ണതയിലെത്തുവാൻ കഴിയാതെ ജീവിതം ഇടയ്ക്ക് വെച്ച് നശിപ്പിച്ചു കളയുന്നവരെയും, ആ നശിച്ച അവസ്ഥയിൽ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിതം മുന്നോട്ട് തുഴഞ്ഞ് തള്ളിക്കൊണ്ടുപോകുന്ന മാനസികമായിട്ട് അപൂർണതയിലുള്ള മനുഷ്യരെയൊക്കെ നമ്മൾ കാണാറുണ്ട്. അങ്ങനെ പല വിധത്തിൽ, പല കാരണങ്ങളാൽ പല വിധത്തിൽ
ഒരപൂർണതയുടെ ലോകത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. ഈ മനുഷ്യൻ്റെ അപൂർണതകളോട് നമുക്കൊക്കെ ഒരു മാനസികമായിട്ടുള്ള ഒരു പ്രതികരണവുമുണ്ട്. നമ്മുടെ അടുക്കൽ ഒരു കുരുടൻ വന്ന് ഭിക്ഷ ചോദിച്ചാൽ അവനോട് നമുക്കൊരു അനുകമ്പയുണ്ട്. വി ഹാവ് എ സിമ്പതറ്റിക്കൽ വൈബ്രേഷൻ. നാം തീർച്ചയായിട്ടും ആ മനുഷ്യനെ ഒന്ന് സഹായിക്കും. തളർന്നു കിടക്കുന്ന ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണമില്ലാത്ത ഒരു മനുഷ്യൻ, വസ്ത്രമില്ലാത്ത ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ജീവിതത്തിൻ്റെ അപൂർണതകളിലൊക്കെ കാണുന്നവരോട് വളരെ മനസ്സലിവോടുകൂടിയുള്ള പ്രതികരണം നമ്മളൊക്കെ നടത്താറുണ്ട്. ഈവൻ കള്ളുകുടിയന്മാരായിട്ട് ജീവിതം നശിപ്പിക്കുന്നവരോട് ഒക്കെ നമുക്ക് അങ്ങനെയുള്ള ഒരു മനോഭാവം. എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നേ, നിനക്കൊന്ന് നന്നായിക്കൂടെ എന്നെങ്കിലും അവനോട് ഉപദേശിക്കാതെ നമ്മൾ വിടുകയില്ല. വേദപുസ്തകത്തിലും അങ്ങനെ അപൂർണനായൊരു മനുഷ്യനെ കുറിച്ചും അവൻ്റെ അപൂർണതയോട് വളരെ പോസിറ്റീവായിട്ട് പ്രതികരിച്ച ചില ആളുകളെക്കുറിച്ചും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു സംഭവത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മുടെയൊക്കെ ചുമതലകളും ഉത്തരവാദിത്വം ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ഒരു വിശ്വാസിയായി യേശു കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ശക്തിപ്പെട്ട് ബലപ്പെട്ട് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ധന്യതയിൽ മുന്നോട്ട് ജീവിക്കുന്ന നമ്മൾക്കുള്ള ചുമതലകൾ, ഉത്തരവാദിത്തങ്ങൾ എന്തെന്നോ ഒന്ന് ചിന്തിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ അപൂർണനായ മനുഷ്യനെ നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാൻ സാധിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിലാണ്. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: ഒരിക്കൽ പത്രോസും യോഹന്നാനും 9-ാം മണി നേരം പ്രാർത്ഥനയ്ക്കായിട്ട് പ്രാർത്ഥനാ സമയത്ത് ദൈവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചിലർ ചുമന്നുകൊണ്ട് വന്ന് അവനെ ദൈവാലയത്തിൽ ചെല്ലുന്നവരോട് ഭിക്ഷ യാചിപ്പാൻ സുന്ദരം എന്ന ദൈവാലയ ഗോപുരത്തിങ്കൽ ദിനം പ്രതി ഇരുത്തുമാറുണ്ട്. അമ്മയുടെ ഉദരത്തിൽ നിന്ന് തന്നെ മുടന്തനായി ജനിച്ച ഒരു മനുഷ്യൻ്റെ അനുഭവമാണ് ഈ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ഈ മനുഷ്യന് ഏതോ ഒരു വീടിൻ്റെ ഇരുളടഞ്ഞ മൂലയിൽ ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. പരസഹായമില്ലാതെ മറ്റൊരാളുടെ മുമ്പിൽ വന്ന് സഹായത്തിന് കേഴുവാൻ പോലും ത്രാണിയില്ലാതെ ഏതോ വീടിൻ്റെ ഇരുളടഞ്ഞ മൂലയിൽ കിടക്കുന്ന ഒരു മനുഷ്യനാണെന്ന് മനസ്സിലാക്കുവാൻ വലിയ പ്രയാസമൊന്നുമില്ല. അതുകൊണ്ടാണല്ലോ 3-4 പേരുടെ സഹായം ആവശ്യമായി വന്നത്. അപ്പം ഇപ്രകാരം അപൂർണനായിരിക്കുന്ന ആ മനുഷ്യൻ്റെ അപൂർണതയോട് വളരെ സിമ്പതറ്റിക്കായിട്ട് റിയാക്ട് ചെയ്ത 3 തരത്തിലുള്ള ആളുകളെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കും. 1-ാമത്തെ ഗ്രൂപ്പ് നമ്മൾ വായിച്ചവരാ. ഏതോ ഒരു മുറിയിൽ, ഏതോ ഒരു ഭവനത്തിൽ കഴിഞ്ഞ ആ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യത്തോട് അനുകമ്പ തോന്നി ഈ മനുഷ്യനെ ഒന്ന് സഹായിക്കണമെന്ന് വിചാരിച്ച് ചിലർ ആ മനുഷ്യനെ താങ്ങിയെടുത്ത് അവിടെ ദൈവാലയത്തിൽ പ്രാർത്ഥിക്കുവാനായിട്ട് വരുന്ന അനേകരോട് ഭിക്ഷയാചിക്കാനായിട്ട് സുന്ദരമെന്ന പടിവാതിക്കൽ കൊണ്ടുവന്ന് ഇരുത്തുമായിരുന്നു. ഞാൻ അനുമാനിക്കുന്നത് രാവിലെ ഇവര് അവിടെ കൊണ്ടുവന്ന് ഇരുത്തും, വൈകിട്ടതുപോലെ തിരിച്ചു കൊണ്ടുപോകും. ആ മനുഷ്യൻ അവിടെ വെക്കുന്ന പാത്രത്തിലോ അല്ലെങ്കിൽ നമ്മളൊക്കെ കണ്ടിട്ടുള്ളതുപോലെ അവിടെ വിരിച്ചിടുന്ന തുണിയിലോ ദൈവാലയത്തിനുള്ളിലേക്ക് പ്രാർത്ഥിക്കുവാൻ കടന്നു വരുന്ന ധാരാളം ആളുകൾ ഇട്ടുകൊടുക്കുന്ന നാണയത്തുട്ടുകൾ, അതാണ് അവൻ്റെ ഉപജീവന മാർഗം. അന്ന് അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു എന്നാണ് വേദശാസ്ത്രന്മാർ പറയുന്നത്. ദൈവാലയത്തിലേക്ക് വരുമ്പോൾ റുമാലിൽ കുറേ നാണയത്തുട്ടുകൾ കെട്ടി
തങ്ങൾ പ്രാർത്ഥിക്കുവാനായിട്ട് പ്രവേശിക്കുന്ന വാതിക്കൽ നിരന്നിരിക്കുന്ന ഓരോ ഭിക്ഷക്കാർക്കും നാണയത്തുട്ടുകൾ എറിഞ്ഞുകൊടുത്ത് സംതൃപ്തി അടഞ്ഞ് ഒരുപക്ഷെ അതിൻ്റെ അവകാശവാദവുമായി ദൈവാലയത്തിൽ കടന്നെന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സമ്പ്രദായം നിലനിന്നിരുന്നുവെന്നാണ് വ്യാഖ്യാനികൾ അതിനെക്കുറിച്ച് എഴുതിയിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിക്കുവാനായിട്ട് കടന്നു വരുന്ന അനേകർ എറിഞ്ഞു കൊടുക്കുന്ന നാണയം തുട്ടുകൾ കൊണ്ട് ഉപജീവനമാർഗം കണ്ടുപിടിച്ച ആ മനുഷ്യൻ, അവൻ്റെ ആഹാരം അതിൽ നിന്നാണ് കിട്ടിയത്. ഒരുപക്ഷെ അവൻ മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ അതിന് സഹായം അതിൽ നിന്നാണ്. അവന് വസ്ത്രം വാങ്ങിക്കുവാൻ അവൻ്റെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ ആവശ്യങ്ങൾ സന്ധിച്ചിരുന്നത് ആ സഹായത്തിന് അതിന് മുഖാന്തരമായത് അവനെ ചുമന്നുകൊണ്ട് അവിടെ കൊണ്ടുവന്ന് സുന്ദരമത പടിവാതിക്കൽ ഇരുത്തുന്ന ആ മനുഷ്യന് എത്ര നല്ല കാര്യമായില്ലേ, എത്ര നല്ല സഹായമാണ് ഒരു മനുഷ്യന് ജീവിത സന്ധാരണത്തിന് അവനെ സഹായിക്കുക എന്ന് പറയുന്നത്. എന്നാൽ അവരെ നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് പഠിക്കുമ്പോൾ ആ സഹായം വെറും താൽക്കാലികമായിരുന്നു എന്ന് മനസ്സിലാക്കാം. അവൻ്റെ ആത്യന്തികമായ ആവശ്യമെന്ന് പറയുന്നത് അവൻ്റെ അപൂർണതയിൽ നിന്ന് പൂർണ്ണതയിലേക്കുള്ള വിടുതലാണ്. അവൻ്റെ മുടന്ത് സൗഖ്യമായി ആരോഗ്യത്തോടുകൂടെ ജീവിതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് അവൻ പറന്നുയർന്നി സ്വയം കാലിൽ അധ്വാനിച്ച് ജീവിക്കുന്ന അവസ്ഥയിലേക്ക് മാറ്റപ്പെടുക എന്നുള്ളതാണ്. ഇവരുടെ സഹായം അവനവൻ മരിക്കുന്നിടം വരെ സഹായിച്ചാലും അവനൊരു ഭിക്ഷക്കാരനായി മാത്രം അവശേഷിക്കുന്നു എന്നല്ലാതെ അവൻ്റെ ആത്യന്തികമായ ആവശ്യം നിറവേറ്റുവാൻ ഉതകുന്നതല്ലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഞാൻ പ്രസ്ബിറ്റർ ഓർഡിനേഷൻ കഴിഞ്ഞിട്ട് നിയോഗിക്കപ്പെട്ടത് മഹാനവയുടെ തെക്കേ അറ്റത്തല്ല തെക്ക് ഭാഗത്തുള്ള ഞെക്കനാൽ, ഓച്ചിറക്കടുത്ത് ഞെക്കനാൽ എന്ന് പറഞ്ഞ ഇടവകയിലാണ്. ആ ഇടവകയിൽ ഞാൻ 6 വർഷം ഉണ്ടായിരുന്നു. ഞാൻ വളരെ ചെറുപ്പക്കാരനായിരുന്നു, 28 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് അവിടെ ചെന്ന് അവിടുത്തെ ചെറുപ്പക്കാരെ മുഴുവനും കയ്യിലെടുത്ത് അവരെ കൊണ്ട് വളരെ കാര്യങ്ങൾ ആ ഇടവകയിൽ ചെയ്യാനായിട്ട് സാധിച്ചു. വളരെ സാധാരണക്കാരായിട്ടുള്ള കായലോര പ്രദേശത്തിൻ്റെ മണ്ണ് ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അവിടെ ഒരു കള്ളുകുടിയൻ, അദ്ദേഹത്തിന് ഞാൻ ചാക്കോ എന്ന് മത്തായി എന്നൊക്കെ ഒരു പേര് കൊടുക്കാം, അദ്ദേഹത്തിൻ്റെ 3-4 കുഞ്ഞുങ്ങളുമായിട്ട് അവിടെ പാർത്തിരുന്നു. എന്നും രാവിലെ അയാൾ പോയി ജോലിക്ക് പോകും. വൈകുന്നേരം വരെ അധ്വാനിച്ച് വൈകിട്ട് കിട്ടുന്ന ശമ്പളം, അന്ന് AK ചാരായം നിരോധിച്ചിട്ടില്ലാത്ത സമയമായിരുന്നു. അവിടെ ഞെക്കനാ പ്രദേശത്തുള്ള നല്ല ചാരായക്കടയിൽ കയറി ചാരായം അടിച്ചിട്ട് അവിടെ മെനക്കേട് മുക്കെന്ന് പറയുന്ന ഒരു മുക്കുണ്ട്. അപ്പം ഈ കള്ളുകുടിയൻ മത്തായി വൈകുന്നേരം വരെ അധ്വാനിച്ച് ചാരായമടിച്ച് ലക്കില്ലാതെ ഈ മെനക്കേട് മുക്കിന് വന്ന് കാണുന്നവരൊക്കെ അസഭ്യം പറയും. എത്ര നേരമാണെന്നറിയാമോ? ആരെങ്കിലും പിടിച്ച് അവൻ്റെ ചൗക്കുറ്റിക്ക് 4 എണ്ണം കൊടുക്കുന്നിടം വരെ അവൻ ഈ അസഭ്യം പറഞ്ഞുകൊണ്ടേയിരിക്കും. 4 എണ്ണം കിട്ടിക്കഴിഞ്ഞാൽ ഭദ്രമായി അത് ചുരുട്ടിക്കെട്ടി വീട്ടിൽ കൊണ്ടുപോയി ഭാര്യയ്ക്ക് കൊടുക്കുക സ്ഥിരം പതിവായിരുന്നു. അപ്പോൾ ഭാര്യയ്ക്കെന്നും കിട്ടിക്കൊണ്ടിരുന്നത് അതാ. ഈ തെരുവിൽ വാങ്ങുന്നത്, ജോലി ചെയ്ത് കിട്ടുന്ന കാശല്ല, തെരുവിൽ വാങ്ങുന്നത് കൊണ്ട് കൊടുക്കും. അടികെട്ട് സഹികെട്ട ആ സ്ത്രീ ആരോടോ പറഞ്ഞു, നോക്ക് ഈ വീട് ഇറുന്നു പൊളിഞ്ഞു, ഞാൻ ഈ പെൺകുഞ്ഞുങ്ങളെ കൊണ്ട് എങ്ങനെയാണ് ജീവിക്കുന്നത്. ആ മനുഷ്യൻ എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, അച്ഛാ ഇങ്ങനെ ഒരാളുണ്ട്, അയാളെ നമുക്കൊന്ന് സഹായിക്കണം. അയാൾ പോട്ടെ, അവൻ കള്ളുകൂടിയനാണ്, പക്ഷേ ആ സ്ത്രീയും കുഞ്ഞുങ്ങളും ആ ഇറുന്നു പൊളിഞ്ഞ് ചതല് കയറിയ വീടിൻ്റെ അകത്ത് കിടക്കുന്നു, അവരെ ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതിനെന്താ, ധാരാളം തെങ്ങുള്ള സ്ഥലമാണ് ഈ ഞെക്കനാൽ കാപ്പിൽ ഏറിയൊക്കെ. ഞാൻ യുവജനങ്ങളെ സംഘടിപ്പിച്ച് വീട് വീടാന്തോറും കയറി ഇറങ്ങി ഓല വെട്ടി അത് ഒരു കുളത്തിൽ കൊണ്ടുവന്ന് കുതിർത്ത് ഞങ്ങൾ ആൺപിള്ളാരും പെൺപിള്ളാരും ഞങ്ങളെ സഹായിച്ച കുറേ മുതിർന്നവരും കൂടെ ഓല മെടഞ്ഞ് വൃത്തിയാക്കി ഞെക്കനാൽ CSI യുവജന പ്രസ്ഥാനം
ആഘോഷത്തോടെ ചെന്ന് ചാക്കോയുടെ വീട് ഇടിച്ചു പൊളിച്ചു ദൂരെ കളഞ്ഞു. പകരം വൃത്തിയാക്കി മണ്ണുകൊണ്ട് നല്ല തറയൊക്കെ മെഴുകി ഉണ്ടാക്കി, നല്ല ഓല ചറ്റയുണ്ടാക്കി വീട് നല്ലതുപോലെ മേഞ്ഞ് മുറികളൊക്കെ തിരിച്ചു കൊടുത്തു. ആരോ ഒരു വീട്ടുകാർ കുറച്ച് പായസമൊക്കെ ഉണ്ടാക്കി ഉച്ചയ്ക്ക് തന്നു. ഞങ്ങൾ ചോറ് കൊണ്ട് പായസമൊക്കെ കുടിച്ചിട്ട് തിരിച്ചു വന്നു. അന്ന് കള്ളുകുടിയൻ മത്തായി കവലെ വന്നേച്ച് പറഞ്ഞു, നോക്കടാ, CSIയിലെ പിള്ളേർ എനിക്ക് വീടുണ്ടാക്കി തന്നത് കണ്ടോ. പിന്നെ അതായി മത്തായിയുടെ പതിവ്. എല്ലാ ദിവസവും വന്നേച്ച് പറഞ്ഞു, നോക്കടാ, CSIയിലെ പിള്ളേർ. കാലങ്ങൾ മുന്നോട്ട് പോയി, വേനൽ കഴിഞ്ഞു, മഴയായി, ഓല ചതിലെടുക്കാൻ തുടങ്ങി. മഴ ചെയ്തപ്പോൾ ഓല പൊളിഞ്ഞു വീഴാൻ തുടങ്ങി. ഏതാണ്ട് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ കള്ളുകുടിയൻ മത്തായി ഒരു ദിവസം മെനക്കേട് മുക്കിന് വന്നെന്ന് വെച്ച് പറഞ്ഞു, എന്തിനാണ് CSIയിലെ അച്ഛനും പിള്ളേരും എൻ്റെ വീട് ഇതിന് പൊളിഞ്ഞത് കണ്ടില്ലയോ, അവർക്ക് വന്നൊന്ന് മേഞ്ഞു തരാൻ കഴിഞ്ഞില്ലയോ? ഞങ്ങൾ ചെയ്ത നല്ല കാര്യമല്ലേ? ഞങ്ങൾ ചെയ്തത് ഏറ്റവും നല്ല സാമൂഹ്യ നന്മയല്ലേ? പക്ഷെ മത്തായിക്ക് ആവശ്യം ഒരു വീടുണ്ടാക്കി കിട്ടുന്നതിനപ്പുറമായി അവൻ ആത്യന്തികമായി അവൻ്റെ ദുസ്വഭാവത്തിൽ നിന്ന് വിടുതൽ ലഭിക്കുക എന്നുള്ളതായിരുന്നു. അവൻ ഒന്നല്ല 10 വീട് മേഞ്ഞു കൊടുത്താലും അവൻ്റെ മദ്യപാനത്തിൽ നിന്ന് വിടുവിക്കുവാൻ ഉതകുന്നത് അല്ലായിരുന്നു. അതുകൊണ്ട് ഈ ഒരു ഗ്രൂപ്പിൻ്റെ സഹായം അവൻ്റെ അപൂർണതയിൽ നിന്ന് അവനെ വിടുവിക്കുന്നതല്ലായിരുന്നു. രണ്ടാമത്തെ ഗ്രൂപ്പ് അവൻ്റെ ഈ അപൂർണതയോട് വളരെ പോസിറ്റീവായിട്ട് പ്രതികരിച്ച രണ്ടാമത്തെ ഗ്രൂപ്പ് ദൈവാലയത്തിനുള്ളിലേക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് കടന്നു പോകുന്ന ആരാധനാ സമൂഹമാണ്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അന്ന് നിലനിന്ന സമ്പ്രദായമനുസരിച്ച് റുമാലിൽ നാണയത്തുട്ടുകൾ പൊതിഞ്ഞു കെട്ടി തങ്ങൾ പ്രവേശിക്കുന്ന വാതുക്കൾ നിരന്നിരിക്കുന്ന ഭിക്ഷക്കാർക്ക് ഓരോന്നോരോന്നായി നാണയമെറിഞ്ഞു കൊടുത്തു. അവസാനത്തെ നാണയം എറിഞ്ഞു കൊടുക്കുന്ന ആത്മസംതൃപ്തിയിൽ അകത്ത് കയറി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന സർവശക്തനായ, സകലത്തിൻ്റെ മേലും അധികാരമുള്ളവനായ, ഒന്നും അസാധ്യമെന്ന് തോന്നാത്ത ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ആരാധന സമൂഹമായിരുന്നു ഇവൻ്റെ അപൂർണതയോട് പ്രതികരിച്ച രണ്ടാമത്തെ ഗ്രൂപ്പ്. പക്ഷേ അവിടെ ഒരു ചോദ്യമുണ്ട്. അവരാരാധിക്കുവാൻ പോയത് ആരെയാ? സർവശക്തനായ ദൈവത്തെയാ, അല്ലേ? ഇവൻ്റെ മുടന്തിന് ഒരു വാക്കുകൊണ്ട്, ഒരു സ്പർശനം കൊണ്ട് സൗഖ്യം കൊടുക്കുവാൻ കഴിവുള്ള ദൈവത്തെ ആരാധിക്കുവാനായിട്ടാണ് ഈ ജനമൊക്കെയും ദൈവാലയത്തിലേക്ക് കടന്നുപോയത്. അവർ നാണയത്തൊട്ടുകൾ എറിഞ്ഞുകൊടുത്ത് സംതൃപ്തി അടഞ്ഞു എന്നുള്ളതല്ലാതെ ആരെങ്കിലും ഒരാൾ ദൈവസന്നിധിയിൽ മുട്ടുകൾ മടക്കിക്കൊണ്ട് തങ്ങളുടെ വാദക്കലുള്ള ഈ മുടന്തനായ മനുഷ്യന് ദൈവമേ സൗഖ്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ എന്നേ ഈ മനുഷ്യൻ എഴുന്നേറ്റ് പോകുമായിരുന്നില്ലേ? എന്നേ സൗഖ്യപ്പെട്ട് എഴുന്നേറ്റ് പോകുമായിരുന്നു. പക്ഷേ ആരാധനാ സമൂഹത്തിന് അത് ചെയ്യുവാൻ, വേദനയിലിരിക്കുന്ന മനുഷ്യന് സൗഖ്യം കൊടുക്കുവാൻ കഴിയുന്ന യേശുവിനെ കാണിച്ചു കൊടുക്കുവാൻ, അവന് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവന് വേണ്ടി മധ്യസ്ഥത അടയുവാനും കഴിയാതെ നാണയത്തുട്ടുകൾ എറിഞ്ഞുകൊടുത്ത് സംതൃപ്തി അടയുന്ന രണ്ടാമത്തെ ഗ്രൂപ്പ്. മൂന്നാമത്തെ ഗ്രൂപ്പ് ഇവൻ്റെ അപൂർണതയോട് വളരെ പോസിറ്റീവായി സിംപതറ്റിക്കലായിട്ട് പ്രതികരിച്ച മൂന്നാമത്തെ ഗ്രൂപ്പ് രണ്ടേ പേരേ ഉള്ളൂ. അത് പത്രോസും യോഹന്നാനുമാണ്. ഇവർ രണ്ടുപേരും നടന്നു വരുന്നത് കണ്ടിട്ട് അവരുടെ കയ്യിലും നാണയത്തുട്ടുകൾ കാണും എന്ന് ആ മനുഷ്യൻ, ആ കുരുടൻ ചിന്തിച്ച് അടുത്ത് വന്നപ്പോൾ ആ കുരുടൻ അവരിരുന്നുകൊണ്ട് പറഞ്ഞു, സഹോദരാ ഒന്ന് സഹായിക്കണേ, മുടന്തനാ, നടക്കാൻ കഴിവില്ലാത്തവനാ, തളർന്നവനാ, ഒന്ന് സഹായിക്കണമേ എന്ന് അപേക്ഷിച്ചു. പത്രോസും യോഹന്നാനും അവിടെ നിന്നു. അവർ അവനെ നോക്കി. എന്നിട്ട് അവനോട് പറഞ്ഞു, നീ ചോദിക്കുന്ന വെള്ളിയും പൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. അഥവാ നീ ചോദിക്കുന്ന വെള്ളിയും പൊന്നും ഞങ്ങൾക്ക് തരുവാൻ സാധിച്ചാലും അത് നിൻ്റെ ഈ പ്രശ്നത്തിന് പരിഹാരമാവുകയില്ല.
നിന്റെ മുടന്തിന് സൗഖ്യം ലഭിക്കുവാൻ ഉതകുന്നതല്ല. എന്നാൽ ഞങ്ങളുടെ കയ്യിൽ നിനക്ക് തരുവാൻ ഒരാളുണ്ട്, സകല രോഗത്തിനും സൗഖ്യം കൽപ്പിക്കുവാൻ കഴിയുന്ന, സകല വേദനകൾക്കും പരിഹാരം കൊടുക്കുവാൻ, സകല മനുഷ്യരെയും സ്നേഹിക്കുന്ന, കരുതുന്ന ഒരു യേശു ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങൾ ആ യേശുവിനെ തരാം എന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കുന്നു. ഞാൻ ആ ഗ്രൂപ്പിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് രണ്ടാമത്തെ ഗ്രൂപ്പിലേക്ക് മടങ്ങിപ്പോവുകയാണ്. എൻ്റെ ദൂതിൻ്റെ പ്രധാന ചിന്ത അവിടെയാണ് കിടക്കുന്നത്. Why the worshiping community could not give Jesus Christ the healer to this man? ഈ ആരാധിക്കുന്ന സമൂഹം, ദൈവാലയത്തിലേക്ക് പ്രാർത്ഥിക്കുവാൻ പോകുന്ന ഈ സമൂഹത്തിന് ഇവന്റെ പ്രശ്നത്തിന്റെ പരിഹാരം കാണുവാൻ കഴിയുന്ന യേശുവിനെ എന്തുകൊണ്ട് കൊടുക്കുവാൻ കഴിഞ്ഞില്ല? അവർക്കറിയാമായിരുന്നില്ലേ യേശു ദൈവം ആരാണെന്ന്? അവർക്കറിയാമായിരുന്നില്ലേ ക്രിസ്തു ആരാണെന്ന്? അവർ പ്രാർത്ഥിക്കുവാൻ പോകുന്ന കർത്താവ് ആരാണെന്ന് അവർക്കറിയാമായിരുന്നില്ലേ? ഒരുപക്ഷെ അറിയാൻ പാടില്ലാത്തത് കൊണ്ടായിരിക്കാം. അതല്ലെങ്കിൽ ഈ ക്രിസ്തുവിനെ അവരറിഞ്ഞിട്ടും ആ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാനുള്ള ഉദാസീനത കൊണ്ടായിരിക്കാം. എന്തായാലും നാണയത്തുട്ടുകൾ എറിഞ്ഞു കൊടുത്ത് സംതൃപ്തി അറിയുന്നവരാ. ഞാൻ രണ്ട് കാരണങ്ങൾ പറഞ്ഞിട്ടെ. ഇവർ ആരാണ്, വിശ്വാസ സമൂഹം ആരാണ് എന്ന് അവരറിഞ്ഞില്ല എന്നുള്ളതാ. യേശു കർത്താവിനാൽ വിടുവിക്കപ്പെട്ട് അവൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഈ രാത്രിയിൽ വളരെ ആകാംക്ഷയോടെ, പ്രാർത്ഥനയോടെ, ക്ഷമയോടെ ഈ 8:30 കഴിഞ്ഞ സമയത്തും ദൈവവചനത്തിൻ്റെ മുമ്പിലിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, നിനക്കും എനിക്കും ഒരു ചുമതലയുണ്ട്. നീയും ഞാനും ആരാകുന്നു എന്ന് വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നാം അത് തിരിച്ചറിഞ്ഞുകൊണ്ട് എൻ്റെ ചുമതല ഏതാണ്, എൻ്റെ നിയോഗങ്ങൾ ഏതാണ് എന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് എഴുന്നേറ്റ് പ്രകാശിക്കുവാൻ, എഴുന്നേറ്റ് നമ്മുടെ കർത്തവ്യങ്ങൾ നിർവഹിക്കുവാൻ നാം മനസ്സ് കാണിക്കുന്നില്ല എങ്കിൽ നാം ദൈവസന്നിധിയിൽ കുറ്റക്കാരായി നിൽക്കേണ്ടി വരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. നമ്മുടെ നിയോഗങ്ങളെക്കുറിച്ച് വളരെ പെട്ടെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നത്, എൻ്റെ അച്ഛന്മാരൊക്കെ എന്നെക്കാട്ടിൽ നല്ലതുപോലെ പ്രസംഗിക്കുന്നവരാ. നിങ്ങൾക്കറിയാവുന്ന ചില കാര്യങ്ങൾ തന്നെ ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എസെക്കിയേലിൻ്റെ പുസ്തകം 33-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ അഭിമന്യ ഫ്രാൻസിസ് തിരുമേനി കാഹളമൂതുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളം സന്തോഷിച്ചു. ദൈവത്തിൻ്റെ ആത്മാവ് എത്ര വ്യക്തമായിട്ടാ തിരുമേനിയിൽ കൂടെ ഞാൻ പറയാൻ പോകുന്ന കാര്യം പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങളുടെ ആത്മാവ് ഒന്നിച്ച് സംസാരിച്ചു. അവിടെ എസെക്കിയേൽ 33-ന്റെ 1 മുതൽ പറയുന്ന വാക്യങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, നീ നിന്റെ സ്വജാതിക്കാരോട് പ്രവചിച്ച് പറയേണ്ടത്, ഞാൻ ഒരു ദേശത്തിന് നേരെ വാൾ വരുത്തുമ്പോൾ ആ ദേശത്തിലെ ജനം തങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു പുരുഷനെ തിരഞ്ഞെടുത്ത് കാവൽക്കാരനാക്കി വെച്ചാൽ ദേശത്തിന്റെ നേരെ വാൾ വരുന്നത് കണ്ടിട്ട് അവൻ കാഹളമൂതി ജനത്തെ ഓർമ്മപ്പെടുത്തുമ്പോൾ ആരെങ്കിലും കാഹളനാദം കേട്ട് കരുതിക്കൊള്ളാതെ ഇരുന്നാൽ വാൾ വന്ന് അവനെ ഛേദിച്ചു കളയുന്നുവെങ്കിൽ അവന്റെ രക്തം അവന്റെ തലമേൽ തന്നെ ഇരിക്കും. അവൻ കാഹളനാദം കേട്ടിട്ട് കരുതിക്കൊണ്ടില്ല, അവന്റെ രക്തം അവന്റെ മേൽ ഇരിക്കും. കരുതിക്കൊണ്ടിരുന്നുവെങ്കിൽ അവൻ തൻ്റെ പ്രാണനെ രക്ഷിക്കുമായിരുന്നു. എന്നാൽ കാവൽക്കാരൻ വാൾ വരുന്നത് കണ്ട് കാഹളം ഊതാതെയും ജനം കരുതിക്കൊള്ളാതെയും ഇരുന്നിട്ട് വാൾ വന്ന് അവരുടെ ഇടയിൽ നിന്ന് ഒരുത്തനെ ഛേദിച്ചു കളയുന്നുവെങ്കിൽ ഇവൻ തൻ്റെ അകൃത്യ നിമിത്തം ഛേദിക്കപ്പെട്ടു പോയെങ്കിലും അവൻ്റെ രക്തം ഞാൻ കാവൽക്കാരനോട് ചോദിക്കും. 7-ാമത്തെ വാക്യം കൂടെ വായിച്ചാട്ടെ.
അതുപോലെ മനുഷ്യപുത്ര ഞാൻ നിന്നെ ഇസ്രായേൽ ഗ്രഹത്തിന് കാവൽക്കാരനാക്കി വെച്ചിരിക്കുകയാ. അവിടെ പ്രവാചകനിൽ കൂടെ ദൈവം അരുളിച്ചെയ്തത്, കാവൽക്കാരാ, നീ കാഹളമൂതണം. നീ കാഹളമൂതിയിട്ട് അത് കേട്ട് തൻ്റെ പാപത്തെക്കുറിച്ച് ഉണർന്ന് തൻ്റെ ജീവിതത്തെ ഒരുവൻ കരുതിക്കൊണ്ടാൽ അവൻ്റെ പാപത്തിൽ നിന്നൊഴിയും. അങ്ങനെ ചെയ്താൽ നീയും രക്ഷപ്പെടും. എന്നാൽ നിനക്ക് ചുറ്റുമുള്ള ജനത്തിൻ്റെ പാപത്തെക്കുറിച്ച് നീ കണ്ടിട്ടും നീ അതിനെക്കുറിച്ച് ബോധവാനാകാതെ നീ കാഹളമൂതാതെ ഇരുന്നാൽ, അത് ജനത്തിന് കേൾക്കാൻ കഴിയാതെ വന്നാൽ അവരവരുടെ അകൃത്യത്തിൽ മരിക്കും. പക്ഷേ അവരുടെ രക്തം നിന്നോട് ചോദിക്കും. ഇത് പറഞ്ഞിട്ടാണ് ദൈവം പറയുന്നത്, നിന്നെ ഇസ്രായേൽ ഗ്രഹത്തിൻ്റെ കാവൽക്കാർ ആക്കി വെച്ചിരിക്കുന്നു. ഞാൻ അതിനോട് ചേർന്ന് ഒരു വാക്യം കൂടെ പറയട്ടെ. നമുക്കറിയാവുന്നത് യെശയ്യാവിൻ്റെ പുസ്തകം 60-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ അവിടെ പറയുന്നു, എഴുന്നേറ്റ് പ്രകാശിക്കാം, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. കൂരിരുട്ട് ജാതിയെയും അന്ധകാരം ഭൂമിയെയും മൂടുന്നാൽ യഹോവയോ നിന്റെ മേൽ ഉദിക്കും. എവിടെയാ നമ്മളെ ആക്കിയിരിക്കുന്നത്? എഴുന്നേറ്റ് നാം പ്രകാശിക്കേണ്ടതിൻ്റെ ആവശ്യകത. നമ്മുടെ മേൽ ദൈവത്തിൻ്റെ തേജസ് ഉദിച്ചിരിക്കുന്നു. രക്ഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ പൈതലേ, ദൈവശബ്ദം കേട്ട് അനുസരിച്ച് കർത്താവിൻ്റെ ദൗത്യവാഹകരായിരിക്കുന്ന വിശ്വാസിയെ, ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിന്നെ അവൻ്റെ തേജസ്സിനാൽ നിറച്ച് അന്ധകാരം നിറഞ്ഞ ഭൂമിയിലും കൂരിരുട്ട് നിറഞ്ഞ ജാതികളുടെ മധ്യത്തിൽ, ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ഡാർക്ക്നെസ്, അവർ കാവൽക്കാരനായി വിളക്കായി ദൈവ തേജസ്സിനാൽ ശോഭിക്കുവാനാക്കിയിരിക്കുക. നാം ജനങ്ങളുടെ അകൃത്യം കണ്ടിട്ട് കാഹളം ഊതുന്നില്ല എങ്കിൽ ദൈവവചനം വാണിങ്ങി തരുകയാ, അവനവൻ്റെ അകൃത്യത്തിൽ മരിക്കും. പക്ഷെ അവൻ്റെ രക്തമോ നിന്നോട് ചോദിക്കും. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവവചനേ, എൻ്റെ കർത്താവിൻ്റെ തേജസ് കൊണ്ട് നിന്നെ നിറച്ച് ക്രിസ്തു നിന്നിൽ വസിച്ചുകൊണ്ട് നിന്നെ ദേശത്തിൻ്റെ കാവൽക്കാരനായി നിനക്ക് ചുറ്റുമുള്ള അന്ധകാരത്തിൻ്റെ മധ്യത്തിൽ പ്രകാശിക്കുവാൻ കർത്താവ് നിന്നെ ആക്കിയിരിക്കുന്നത്. നിനക്കവൻ്റെ കാഹളം ഊതുവാൻ, ഒരു കാവൽക്കാരൻ്റെ ദൗത്യം വിശ്വസ്തയോടെ ചെയ്യുവാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ഒന്ന് ചിന്തിപ്പാൻ. മറ്റൊരു നിയോഗത്തെക്കുറിച്ചോ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിലും 16-ാമത്തെ വാക്യത്തിലും നമുക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യം, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ആ വാക്യത്തിന് യാതൊരു അർത്ഥവുമില്ല അതിൻ്റെ അടുത്ത വാക്യം കൂടെ ചേർത്ത് വായിച്ചില്ലെങ്കിൽ. അവിടെ കർത്താവ് ഇങ്ങനെയാണ് പറഞ്ഞത്, ഉപ്പ് കാരമില്ലാതെ പോയാൽ പിന്നെ അതെന്തോന്ന് കൊണ്ട് രുചി വരുത്താം, പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യന് ചവിട്ടി തേക്കുവാനല്ലാതെ മറ്റ് ഒരു പ്രയോജനവുമില്ല. നാം ഉപ്പായിരിക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നാം വെറും ഉപ്പായിരിക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. പിന്നെയോ കാരമുള്ള ഉപ്പായിരിക്കാനായിട്ട്. കാരമുള്ള ഉപ്പായിരിക്കാൻ, മറ്റുള്ളവരുടെ വായിൽ ഇട്ട് നുണഞ്ഞു നോക്കുമ്പോൾ രുചി പകർന്നു കൊടുക്കുന്ന ഉപ്പായിരിക്കാൻ സാധിക്കുന്നുണ്ടോ ക്രൈസ്തവ സമൂഹത്തിന്? നമ്മുടെ ചുറ്റുപാടും ഒന്ന് നോക്കിയേ, ഡിനോമിനേഷൻസ് ഓരോന്നായിട്ടെടുത്ത് നോക്കിയേ. ക്രൈസ്തവ ദൈവാലയങ്ങളുടെ സാക്ഷ്യം, ആരാധന എല്ലാം പുറമേ എല്ലാം ഉണ്ടില്ലേ. നല്ല വലിയ പള്ളിയും പിന്നെ 4 പാർട്സ് കോയറും കോയർ ഡ്രസ്സും നല്ല ആരാധന, എന്താ ഇല്ലാത്ത? ആര് നോക്കിയാലും ദൈവാലയമാണ്, അല്ലെങ്കിൽ നല്ല ക്രിസ്തീയ ആരാധനയായ എല്ലാമാ. ഇന്നത്തെ ക്ലിപ്പിൻ്റെ അകത്ത്, വാട്സപ്പ് ക്ലിപ്പിൻ്റെ അകത്ത് പള്ളിക്കകത്ത് അടി നടക്കുന്നത് നോർത്ത് കരോളൈന
ഏതാണ്ട് സാധനം അതിൻ്റെ അകത്ത് വെച്ചത് ഞങ്ങളുടെയാണെന്ന് പറഞ്ഞ് അവകാശം പറയാൻ ചെന്നോ. ഞാനത് പെട്ടെന്ന് അങ്ങ് വായിച്ചു വിട്ട് എനിക്ക് സമയം കിട്ടിയില്ലായിരുന്നു. അടിയാണ് അതിൻ്റെ പള്ളിക്കകത്ത്. നമ്മുടെ ആരാധനകളുടെ അടിയാണ്. അച്ഛന്മാരെയും ശുശ്രൂഷകരെയും കുപ്പായത്തിന് പിടിച്ച് വലിച്ച് തെറി പറഞ്ഞുകൊണ്ട് തെറിയാൽ അഭിഷേകം ചെയ്ത് തല്ലുന്ന അവസ്ഥ. എന്നിട്ട് നാം പറയും നാം സമാധാനപ്രിയരല്ലേ, നാം സമാധാനം വർഷിക്കുന്നവരാ, സമാധാനം പറയും. ചുമ്മാതാ, ഒരു കുന്തവുമില്ല. ഇന്ന് കാലം നഷ്ടപ്പെട്ടു പോയ, ക്രൈസ്തവ സാക്ഷ്യം നഷ്ടപ്പെട്ടു പോയ, മറ്റുള്ളവർക്ക് അവഹേളിക്കുവാനും അപമാനിക്കുവാനും അല്ലാതെ മറ്റൊന്നിനും കൊള്ളരുതാത്ത ക്രൈസ്തവ സമൂഹമായിട്ട് നമ്മൾ മാറി. ഫലം എന്താണെന്നറിയാമോ? നിങ്ങൾ ഓരോ ദിവസവും വായിക്കുന്നുണ്ടല്ലോ, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ക്രൈസ്തവർ നടത്തിയിരുന്ന ആരാധനാലയങ്ങൾ, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സ്കൂളുകളിലെ അച്ഛന്മാർ കുപ്പായിടാൻ പാടില്ല, കന്യാസ്ത്രീകൾ അവരുടെ വേഷവിധാനങ്ങൾ പാടില്ല, പ്രൈസ് ദി ലോർഡ് പറയാൻ പാടില്ല, കുരിശ് വെക്കാൻ പാടില്ല, പ്രാർത്ഥിക്കാൻ പാടില്ല. ഇത്രയും ദിവസത്തിനകം ഇവിടെയുള്ള സകല ഇതും ക്രൈസ്തവ ഐഡൻറ്റിറ്റി മാറ്റിയില്ലെങ്കിൽ നിങ്ങൾ വിവരമറിയുമെന്ന് പറഞ്ഞുകൊണ്ട് വെല്ലുവിളിക്കുന്ന സാഹചര്യമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. മനുഷ്യ വിശ്വാസിയെ, യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ പൈതലേ, ഈ രാത്രി ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അധികാരത്തിൽ ഓർമ്മിപ്പിക്കട്ടെ, കാലമുള്ള ക്രിസ്ത്യാനിയായി അനേകർക്ക് ജീവിതത്തിൽ രുചി പകർന്നു കൊടുക്കുന്ന ക്രിസ്ത്യാനിയായി. എൻ്റെ ചെറുപ്പകാലത്തെ ഞങ്ങളുടെ വീടിൻ്റെ അതിലേൽ ഒരു വലിയ വല്ലത്തിൻ്റെ അകത്ത്, ഇവിടെയൊക്കെ ഉണ്ടായിരുന്നൊന്നും എനിക്കറിയത്തില്ല, കുളച്ചിച്ചട്ടി, പാണ്ടിച്ചട്ടികൾ വെച്ച് അടുക്കി, കലോൻ ചട്ടിയൊക്കെ അടുക്കിക്കൊണ്ട് റോഡിൽ കൂടി ഇങ്ങനെ വല്ലത്ത് തലേ വെച്ച് വിളിച്ചു പറഞ്ഞുകൊണ്ട് പോകുന്ന ആൾക്കാരുണ്ട്. അമ്മച്ചി വിളിക്കും, ഇങ്ങ് വരാൻ പറയും. അവർ കയറി വന്ന് വല്ലം താഴെ വെച്ചിട്ട് അമ്മച്ചി ഓരോ ചട്ടി എടുത്ത് 2 കൊട്ട് കൊട്ടും. എന്നിട്ട് പറയും, അയ്യോ ഇത് വെറി വീണതാ, ഇത് കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് മാറ്റി വെക്കും. വേറെ ഒരെണ്ണം എടുത്തേച്ച് വീണ്ടും 2 തട്ട് തട്ടേച്ച് പറഞ്ഞ് ഇത് നല്ലപോലെ വെന്തതല്ലല്ലോ, ഇത് കൊള്ളത്തില്ല, അങ്ങോട്ട് മാറ്റി വെക്കും. കുറേ പാത്രങ്ങളെടുത്ത് തട്ടി നോക്കി അതിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ അമ്മച്ചി പറയും, ഇത് വെന്തതല്ല, അല്ലെങ്കിൽ വെറി വീണതാ, ഇതിന് കുഴപ്പമുള്ളതാ. അവസാനം അതിൻ്റെ അകത്തുനിന്ന് ഒരെണ്ണം തട്ടി നോക്കിയിട്ട് പറയും, ആ ഇത് കൊള്ളാവുന്നതാ, ഇതിനെന്താ വില എന്ന് ചോദിക്കും. എങ്ങനെ മനസ്സിലായി? എങ്ങനെയാ അത് നല്ലതാണെന്നും വെറി വീണതാണെന്നും ഒക്കെ മനസ്സിലാക്കിയത്? തട്ടിയപ്പോഴുണ്ടായ ശബ്ദം പറഞ്ഞു ഇല്ലേ? വിശ്വാസിയെ, നിന്നെ ഒന്ന് തട്ടി നോക്കുന്ന സമൂഹം നിന്നിൽ നിന്ന് ബഹിർഗമിക്കുന്ന ശബ്ദം കേട്ട് തീരുമാനിക്കും. നിൻ്റെ പ്രവൃത്തി കണ്ട്, നിൻ്റെ പ്രതികരണം കണ്ട് തീരുമാനിക്കും നീ ദൈവത്തിൻ്റെ പൈതലാണോ അല്ലയോ എന്ന്. അതുകൊണ്ട് ഉപ്പായിരിപ്പാനല്ല, കാരമുള്ള ഉപ്പായിരുന്ന് സാക്ഷ്യം വഹിക്കുന്ന സമൂഹമായിരിക്കാൻ ദൈവം തമ്പുരാൻ നമ്മളെ വിളിച്ച് ആക്കിയിരിക്കുക. എന്നെ താഴോട്ട് വായിക്കുമ്പോൾ, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. വിളക്ക് കത്തിച്ചിട്ട് ആരും പറയിൻ കീഴിൽ വെക്കാറില്ല, അത് തണ്ടിന്മേലത്രേ വെക്കുന്നത്, എന്നാലേ എല്ലാവർക്കും കിട്ടും. എന്നിട്ട് പറയുന്ന വാക്യമാ, ആകയാൽ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ടിട്ട് സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മഹത്വം കരയറ്റേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ ഇടയിൽ പ്രകാശിക്കട്ടെ. വാക്ക് ശ്രദ്ധിക്കണമേ. മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ടിട്ട് സ്വർഗസ്ഥനായ പിതാവിന് മഹത്വം കൊടുക്കുന്ന വെളിച്ചമായിരിക്കാൻ, വെറും വിളക്കായിരിക്കാനല്ല, പിന്നെയോ ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന നന്മയുടെ പ്രകാശ കിരണങ്ങൾ പരത്തുന്ന വിളക്കുകളായിരിക്കാൻ. നമ്മളിൽ നിന്ന് നന്മ, ദൈവത്തിന് സ്തോത്രം. ഞാൻ ഈ സ്റ്റേജിൽ ഇരിക്കാൻ ലഭിച്ച ഭാഗ്യത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. തങ്ങളുടെ പ്രിയ മകളുടെ ഓർമ്മയ്ക്കായി തങ്ങൾക്കുണ്ടായിരുന്നത് സാധുക്കൾക്ക് വീതം വെച്ച് കൊടുക്കുവാനായിട്ട് സമ്മതപത്രം എഴുതി കൊടുത്ത ഇത്രയും ബഹുമാന്യരായ തോമസ് സാറിനെയും ആ പ്രിയ സഹോദരിയെ വണങ്ങുകയാണ്. നന്മയുടെ വെട്ടിപ്പിടിക്കണമെന്നല്ലാതെ, എനിക്കാർജിക്കണമെന്നല്ലാതെ സ്വാർത്ഥത കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന
ഒരു സമൂഹമായി ക്രൈസ്തവ സമൂഹം മാറിയിട്ടില്ലേ? എന്ത് നന്മയാണ് ഈ സമൂഹം നമ്മളിൽ നിന്ന് കാണേണ്ടത്. ഞാൻ പെട്ടെന്ന് പോകുക, സമയമായല്ലോ. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൽ കർത്താവ് മറ്റൊരു നിയോഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതെന്താണെന്നറിയാമോ? ആകയാൽ നിങ്ങൾ പുറപ്പെട്ടു പോയി സകല ജാതിയോടും സുവിശേഷം പ്രസംഗിച്ചവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിക്കണം. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കത്തക്കവണ്ണം അവരെ എൻ്റെ ശിഷ്യരാക്കിക്കൊള്ളുവിൻ. വി ആർ നോട്ട് കോൾഡ് ടു ബി ഇവാഞ്ചലിസ്റ്റ്. സുവിശേഷകരായിരിക്കാൻ മാത്രമല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്, പിന്നെയോ ഡിസൈപ്പിൾ മേക്കേഴ്സ് ആകാനാവും. ആകയാൽ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കത്തക്കവണ്ണം teach them and make them disciples so that they will obey what I have commanded unto you. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചത് അനുസരിക്കേണ്ടതിനോ നിങ്ങളവരെ പഠിപ്പിച്ചു അവരെ അനുസരിപ്പിച്ചോ അവരെ ശിഷ്യരാക്കിക്കൊള്ളുവാൻ. നമ്മുടെ ജ്ഞാനകീർത്തനത്തിൽ മനോഹരമായൊരു പാട്ടുണ്ടല്ലേ, 282-ാമത്തെ കീർത്തനം. ആ കീർത്തനം നമ്മൾ മനോഹരമായി 4 പാർട്സിൽ പാടാറുണ്ട്. വെറും കൈയായി ഞാൻ ചെല്ലുമോ രക്ഷകൻ മുമ്പിൽ നിൽപ്പാൻ, ഒറ്റ ദിവസത്തിൻ്റെ വേല പോലുമില്ലാതെ ഞാൻ എങ്ങനെയാ രക്ഷകൻ്റെ മുമ്പിൽ നിൽക്കുന്നത്? അതിൻ്റെ കോറസ് വീണ്ടും പറയുന്നു, വെറും കൈയായി ഞാൻ ചെല്ലുമോ, ഒരു നാളിൻ സേവ, ഒരാത്മാവ്, ഒരു ദേഹി പോലുമില്ലാതെ. ഇന്ന് രാത്രി ഈ പന്തലിലിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, നിന്റെ കണ്ണുകളൊന്ന് അടച്ച് നിന്റെ ആത്മീയ കരങ്ങളൊന്ന് തുറന്നു നോക്കിയേ. നിന്റെ കഴിഞ്ഞ കാല ജീവിതം കൊണ്ട് 30, 40, 50, 60, 70 പാരമ്പര്യത്തിൽ ക്രിസ്തീയ ജീവിതത്തിൽ നയിച്ച നിന്റെ ജീവിതം കൊണ്ട് ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ എത്ര ആത്മാക്കളെ, എത്ര ദേഹികളെ എൻ്റെ യേശുവിന് വേണ്ടി നേടുവാൻ, എൻ്റെ കർത്താവിന് വേണ്ടി ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ നിൻ്റെ ജീവിതം കൊണ്ട് ഇടയായിട്ടുണ്ട്. നാം പാടും, മസ്റ്റ് ഐ ഗോ ആൻഡ് എംപ്റ്റി ഹാൻഡഡ്. വെറും കൈയായി ഞാൻ ചെല്ലുമോ? വെറും കൈയായി ചെല്ലേണ്ടി വന്നാൽ അപ്പോൾ 4 കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ഞാൻ പറഞ്ഞു. 1, നിങ്ങൾ വാതിൽ കാവൽക്കാരനാ. 2, നിങ്ങൾ കാരമുള്ള ഉപ്പായിരിപ്പാനാ. 3, നന്മയുടെ പ്രകാശകരണങ്ങളാൽ ദൈവത്തിൻ്റെ മഹത്വം കരയറ്റുന്ന വിളക്കുകളായിരിപ്പാൻ. 4, നിങ്ങൾ ആത്മാക്കളെ നേടുന്ന, ശിഷ്യന്മാരെ നേടുന്ന ദൈവമക്കളായിരിക്കാൻ ദൈവം തമ്പുരാൻ നിങ്ങളെ വിളിച്ചിരിക്കുക. അറിയാമോ? നമുക്കിത് അറിയാം. എത്രയോ അച്ഛന്മാരും ഉദ്ദേശിമാരും പ്രസംഗിച്ച് കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? പക്ഷേ പിന്നെയും ശങ്കരൻ തെങ്ങ തന്നെ അല്ലേ? കേൾക്കും, നല്ലതാന്ന് പറയും, കൊള്ളാം എന്നൊക്കെ പറയും. അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി ഞാൻ എൻ്റെ ശുശ്രൂഷയുടെ ആരംഭത്തിൽ BD കഴിഞ്ഞ് ബിഷപ്സ് കോളേജിൽ നിന്ന് നേരെ വടവാതൂർ പള്ളിയിലാണ് വന്നത്. എൻ്റെ പ്രവേശനം അവിടെയായിരുന്നു. അപ്പം ആദ്യത്തെ പ്രസംഗം കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങുക. പള്ളിയുടെ മുമ്പിൽ ഒരമ്മച്ചിയുണ്ട്. അമ്മച്ചിയെ വണ്ടമ്മയുടെ അമ്മച്ചി എന്നാണ് വിളിക്കുന്നത്. അതൊക്കെ ഞാൻ പിന്നെ മനസ്സിലാക്കിയതാണ്. അപ്പോൾ പള്ളി ഇറങ്ങി വന്നേച്ച് വണ്ടമ്മയുടെ അമ്മച്ചി നിന്നുകൊണ്ട് പറയും, അയ്യോ നമ്മുടെ പുതിയ സാറിൻ്റെ പ്രസംഗം കേട്ടോ, എത്ര ഭയങ്കര പ്രസംഗമാണ്. ഞാൻ അപ്പുറത്തേക്കുന്ന അമ്മച്ചി കണ്ടില്ല, തിരിഞ്ഞു നോക്കിയത് എൻ്റെ മുഖത്തോട്ടാണ്. അപ്പം ഞാൻ പറഞ്ഞു, അമ്മച്ചി വളരെ സന്തോഷം, പക്ഷെ ഞാൻ എന്താ പ്രസംഗിച്ചേ? അത് സാറിൻ്റെ പ്രസംഗം നല്ല പ്രസംഗമായിരുന്നു. എന്ത് അനുഗ്രഹിക്കപ്പെട്ട ദൂതായിരുന്നു. ഞാൻ പറഞ്ഞു, ശരി അമ്മച്ചി സമ്മതിച്ചു, പക്ഷെ ഞാൻ എന്താ പ്രസംഗിച്ചേ? അത് സാറിൻ്റെ ശബ്ദമൊക്കെ എന്ത് നല്ലതാ, നല്ല ഒച്ച ശബ്ദം, നല്ല ദൃഢമായിട്ട് പറയുന്നു. സാറേ നല്ല പ്രസംഗമായിരുന്നു. ഞാൻ വിടുവോ? ഞാൻ വിടിച്ചു. അന്ന് വണ്ടമ്മയുടെ അമ്മച്ചി ഒന്നും എനിക്കറിയാം. അല്ല അമ്മച്ചി, ഞാൻ പള്ളി ചെന്നതല്ലേ ഉള്ളൂ. അമ്മച്ചി ഞാൻ എന്തുവാ പ്രസംഗിച്ചേ? പള്ളിയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ കേട്ടോ. എൻ്റെ സാറേ അങ്ങനെ ചോദിച്ചാ നല്ലതാ, പക്ഷെ എന്തുവാ ഇന്നും നമ്മുടെ അവസ്ഥ വണ്ടമ്മയുടെ അമ്മച്ചിയുടെ അവസ്ഥ തന്നെയൊക്കെയാ. ഇങ്ങനെ ഇരുന്ന് കൊടുക്കും പള്ളിയിലല്ലേ?
അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഇറങ്ങുമ്പം ഈ പന്തലിൽ നിന്ന് അങ്ങ് വീട്ടിൽ ചെന്ന് കഴിയുമ്പം അച്ഛൻ പ്രസംഗി നല്ലതാ, എന്തുവാ അല്ലേ? സ്നേഹിത, വചനത്തിന് മാർക്കിടുവാനല്ല ഈ രാത്രി ദൈവം ഇവിടെ നിന്നെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്. വചനം ഏറ്റെടുത്ത് അനുസരിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ വിശ്വസ്തരായി നിൽക്കുവാനായിട്ടാ. ഞാൻ മുന്നോട്ട് കടന്നു പോകട്ടെ. നിന്റെ ചുമതലകൾ, നിന്റെ നിയോഗങ്ങളെക്കുറിച്ച് നിനക്ക് അറിവില്ലാതെ വരുമ്പോഴാ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ കഴിയാത്ത ആരാധനാ സമൂഹമായിട്ട് നാം മാറുന്നത്. ഈ ജനം, ആരാധിക്കുവാനും പ്രാർത്ഥിക്കുവാനും കടന്ന ജനം നാണയത്തുട്ടുകൾ എറിഞ്ഞു കൊടുക്കുവാനല്ലാതെ തങ്ങൾ ആരാധിക്കുന്ന ദൈവം ഇവന് സൗഖ്യം കൊടുക്കുവാൻ കഴിയുന്നവനാണെന്ന് തിരിച്ചറിഞ്ഞ് ആ യേശുവിനെ കൊടുക്കുവാൻ ഈ സമൂഹത്തിന് സാധിച്ചില്ല. രണ്ടാമത്തെ കാര്യം, ഇവരെന്താണ് എന്ന് മനസ്സിലാക്കിയില്ല. ഇവരുടെ അധികാരം എന്താണ് എന്ന് മനസ്സിലാക്കിയില്ല. മാർക്കോസിൻ്റെ സുവിശേഷം നമുക്ക് 16-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗം വേദശാസ്ത്ര പണ്ഡിതന്മാരിത് പിന്നെ എഴുതി ചേർത്താന്നൊക്കെ വ്യാഖ്യാനിക്കുന്നുണ്ടെങ്കിലും അത് ദൈവവചനമായിട്ട് സ്വീകരിക്കുന്നത് കൊണ്ട് പറയുന്നു, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കില്ലേ. അവർ ഭൂതങ്ങളെ പുറത്താക്കും, അന്യഭാഷ സംസാരിക്കും, അവർ മരണകരമായി യാതൊന്നോ കഴിച്ചാലും അവർക്കൊരു ദോഷം വരത്തില്ല, അവർ രോഗിയുടെ മേൽ കൈവെക്കുമ്പോൾ അവർക്ക് സൗഖ്യം കിട്ടും. ആരാത് ചെയ്യേണ്ടുന്നത്? ദിനകരനാണോ? പോൾ ദിനകരനാണോ? അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാസ്റ്റർമാർ? നമ്മൾ ഓടുമല്ലോ പാസ്റ്റർമാരുടെ അടുക്കലേക്കില്ലേ. നമ്മളെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമ്പോൾ നേരെ ഓടും ഇൻസ്റ്റൻറ്റ് കോഫി കിട്ടാനായിട്ട് അല്ലേ. അവിടെ ചെന്നാൽ ആ സഹോദരൻ്റെ അടുക്കൽ, ഈ സഹോദരൻ്റെ അടുക്കൽ, ആ പള്ളിയിൽ, ഇവിടെ ആ കൂട്ടായ്മയിൽ, ഈ കൂട്ടായ്മയിൽ, അവിടെ ചെന്നാലാ എൻ്റെ പ്രശ്നത്തിന് പരിഹാരം. അല്ല സ്നേഹിത, നിന്റെ പ്രശ്നത്തിന് പരിഹാരം നീ തന്നെയാ. കാരണം നിനക്ക് അവൻ അധികാരം തന്നിരിക്കുന്നു. വിശ്വസിക്കുന്നവരാൽ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നത് ഞാൻ ചെയ്തത് തന്നെ ചെയ്യും. ഞാൻ സ്വർഗത്തിലേക്ക് പോകുന്നത് കൊണ്ട് അവർ അതിലും അധികമായി ചെയ്യും. എന്നിൽ വിശ്വസിക്കുന്നവർ ഞാൻ ചെയ്തത് തന്നെ ചെയ്യും. നമുക്കത് ചെയ്യാൻ പറ്റുമോ? അയ്യോ, നമ്മൾ ബലഹീനരല്ലേ അല്ലേ? നമ്മൾ കുറവുള്ളവരല്ലേ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ സാത്താൻ ഒത്തിരി തടസ്സങ്ങളും ഒത്തിരി അയോഗ്യതകളും കൊണ്ടുവരും. എന്നാൽ സ്നേഹിത, കർത്താവ് പറഞ്ഞ ഒരു വാക്യം ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യത്തിലേക്ക് ഞാൻ വീണ്ടും വരികയാണ്. അവിടെ കർത്താവ് പറഞ്ഞു, ആകാശത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരങ്ങളും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതിന് ഞാനെന്തോ വേണം അല്ലേ? അതിന് മേലുകാവിലെ പാവപ്പെട്ടവരെന്താ വേണം? അവൻ ദൈവപുത്രനാ, അവൻ ആകാശത്തിലും ഭൂമിയിലുള്ള സകലത്തിൻ്റെ മേലും അധികാരം കിട്ടിയിട്ടുണ്ട്. നമ്മളെന്നാ വേണം? അതിൻ്റെ ഏറ്റവും അവസാനം പറയുന്ന വാക്കാ അതിനുത്തരം. കണ്ടാലും ഞാൻ ലോകാവസാനത്തോളം നിന്നോട് കൂടെയുണ്ട്. ആര്? ആകാശത്തിലും ഭൂമിയിലും സകലത്തിൻ്റെ മേലും അധികാരമുള്ളവനായ ക്രിസ്തു. ഹല്ലേലൂയ! ഈ പാവപ്പെട്ടവനോട് കൂടെ ഉണ്ടെങ്കിൽ, ഈ മൺകൂടാരങ്ങളിൽ അവൻ്റെ അപ്രമേയമായ ധനം നിറച്ചവൻ, എന്നെ ശക്തീകരിച്ചവൻ എന്നോട് കൂടെ ഉണ്ടെങ്കിൽ ഞാൻ അധികാരമുള്ളവനാ. I'm a man with authority because the authority is living in my heart. അധികാരമുള്ളവൻ എന്നിൽ ജീവിക്കുന്നത് കൊണ്ട് ഞാൻ അധികാരമുള്ളവനാ. എൻ്റെ ഒരു കസിന്, അദ്ദേഹത്തിന് അമേരിക്ക പോകണം എന്നുള്ള വലിയ ആഗ്രഹമായിരുന്നു. എനിക്ക് 10-15 വയസ്സ് പ്രായമുള്ളപ്പോഴാകട്ടോ. അങ്ങനെ പുള്ളിക്കാരന് നാട് നില നടന്ന് പെമ്പിള്ളാരെയൊക്കെ കണ്ട് അവസാനം അമേരിക്കയിൽ ജോലിയുള്ള ഒരു ശാന്തമാമയെ കണ്ടെത്തി. ഞാനും പോയായിരുന്നു കല്യാണത്തിന്. അമേരിക്കക്കാരിയെ കെട്ടി അമേരിക്കക്കാരോട് വാഗ്ദത്തം ചെയ്തു, ഞാൻ വരാം അമേരിക്കയിൽ. പുള്ളിക്കാരൻ അന്ന് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലെ മാനേജറായിട്ട് ജോലി ചെയ്യുക. ഇതിൻ്റെ 6-7 ദിവസം കഴിഞ്ഞപ്പോൾ കേരള പോലീസിൽ നിന്ന് DYSP ആയിട്ട് സെലക്ഷൻ കിട്ടിയ കത്ത് വന്നു. പ്രശ്നമായി. ഒരിടത്ത് ശാന്തമാമയ്ക്ക് കൊടുത്ത വാക്ക്, ഞാൻ അമേരിക്കയ്ക്ക്
വന്നോളാം. മറുഭാഗത്ത് കേരള സ്റ്റേറ്റ് DYSP ആയിട്ട് സെലക്ഷൻ കിട്ടിയ ലെറ്റർ, എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. എൻ്റെ വീട് കൊച്ചമ്മയുടെ വീടാണ്. അപ്പം ചെറുക്കനും പെണ്ണിനോട് വിരുന്ന് കൊടുക്കാനായിട്ട് വീട്ടിൽ വന്നു. രണ്ടുപേരൂടെ വന്നപ്പോൾ എൻ്റെ അമ്മാച്ചന്മാർ രണ്ടുപേരും വീട്ടിലുണ്ട്. ഞാൻ കൊച്ചു പയ്യനാണ്, 10-15 വയസ്സ് പ്രായമുള്ളൂ. വലിയ സംഭാഷണം നടക്കുകയാണ്. ഒരമ്മാച്ചൻ പറഞ്ഞു, എടാ നീ പോണം, നീ അവൾക്ക് വാക്ക് കൊടുത്തതല്ലേ, നീ അമേരിക്ക പോകണം, അമേരിക്കയിൽ പോയി കുറച്ച് നാൾ അവിടെ ജീവിച്ച് പൈസ ഉണ്ടാക്കി വെച്ച് വന്നാൽ മതി, നീ പോകണമെന്ന് പറഞ്ഞു. മറ്റേ അമ്മാച്ചൻ പറഞ്ഞ വാക്ക് ഇപ്പോൾ ഒരു 53 വർഷം കഴിഞ്ഞ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുക. ആ അമ്മാച്ചൻ പറഞ്ഞു, എടാ മോനിച്ച നീ പോകരുത് കേട്ടോ, നീ പോകരുത്. നീ പോകാതിരുന്നാൽ നീ വല്ല IG ആയിട്ടോ അതിൻ്റെ അപ്പുറമായിട്ടോ റിട്ടയർ ചെയ്യും. എന്നിട്ട് പറഞ്ഞു, എടാ നീ പോലീസിൽ ചേർന്നാൽ കലങ്കയിലിരിക്കുന്നവന് കാലുമടക്കി ഒരു അടി കൊടുക്കാൻ എനിക്കും സാധിക്കൂടാ എന്ന് പറഞ്ഞു. അനന്തരവൻ പോലീസായാൽ അമ്മാച്ചന് കാലുമടക്കി അടിക്കാനുള്ള അധികാരമുണ്ടെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ ഇന്നു രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവപൈതലേ, ആകാശത്തിന്റെ മേലും ഭൂമിയുടെ മേലും അധികാരമുള്ള ക്രിസ്തു നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ, ആ ക്രിസ്തു എന്നിൽ വസിക്കുന്നുവെങ്കിൽ, ആ അധികാരത്തിന്റെ കർത്താവ് എന്നിലുണ്ടെങ്കിൽ ഞാൻ അധികാരമുള്ളവനല്ലേ? എൻ്റെ പ്രശ്നങ്ങളുടെ മുമ്പിൽ, എൻ്റെ രോഗങ്ങളുടെ മുമ്പിൽ, എൻ്റെ ഭാരങ്ങളുടെ മുമ്പിൽ മാത്രമല്ല, ഞാൻ എതിർപ്പെടുന്ന സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളുടെ മുമ്പിലും അധികാരത്തോടെ ശുശ്രൂഷ ചെയ്യുവാൻ, ക്രിസ്തുവിൻ്റെ അധികാരം ഏറ്റെടുത്തുകൊണ്ട് ശുശ്രൂഷ ചെയ്യുവാൻ നമുക്കും സാധിക്കത്തില്ലേ? എന്തേ നാം തിരിച്ചറിയാത്തെ? എന്തേ നാം ഈ അധികാരമെടുത്ത് ഉപയോഗിക്കാൻ കഴിയാത്തത്? വിശ്വാസത്താൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറയപ്പെട്ട് കർത്താവ് തന്നിരിക്കുന്ന അധികാരത്തോടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ സാക്ഷ്യം വഹിപ്പാൻ, ഈ സമൂഹത്തിൻ്റെ ഇടിവിൽ നിന്നുകൊണ്ട് ദൈവിക ശുശ്രൂഷയുടെ അധികാരം പൂർത്തീകരിപ്പാൻ എൻ്റെ ആരാധനാ സമൂഹത്തിന് സാധിക്കുന്നില്ല. അവർ നാണയത്തുട്ടുകൾ എറിഞ്ഞുകൊടുത്ത് സംതൃപ്തി അടയുക, അല്ലേ? എന്നാൽ സഭയുടെയൊക്കെ അവസ്ഥ അതാ. നമ്മൾ നാണയത്തുട്ടുകൾ എറിഞ്ഞുകൊടുത്ത് സംതൃപ്തി അടയുന്നവരായി മാറിയിരിക്കുക. യേശുക്രിസ്തുവിനെ കാണിച്ചു കൊടുപ്പാൻ അപൂർണതയിൽ ജീവിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ മധ്യത്തിൽ ക്രിസ്തു നമ്മളെ അവൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ സാക്ഷികളായി നിർത്തിയിരിക്കെ, ആ ക്രിസ്തുവിനെ നമ്മുടെ സമൂഹത്തിന് കാണിച്ചു കൊടുക്കുവാൻ, അപ്രകാരം നൈർമല്യമുള്ള ജീവിതത്തിൻ്റെ അധികാരത്തോടെ ജീവിക്കുവാൻ നമുക്ക് കഴിയാതെ ചില നാണയത്തുട്ടുകൾ എറിഞ്ഞുകൊടുത്ത് തൃപ്തി അടയുന്നവരല്ലേ നമ്മൾ ഓരോരുത്തരും. ഞാൻ കൺക്ലൂഡ് ചെയ്യാനായിട്ട് പോകുകയാണ്. അവസാനത്തെ ഗ്രൂപ്പിൽ 2 പേരേ ഉള്ളൂ. അത് പത്രോസും യോഹന്നാനുമാ. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ആ ഭിക്ഷക്കാരൻ, മുടന്തനായ മനുഷ്യൻ, പത്രോസും യോഹന്നാനും കടന്നു വരുന്നത് കണ്ടിട്ട് പറഞ്ഞു, സഹോദരാ എന്തെങ്കിലും തരണം, ജീവിക്കുവാൻ മറ്റു മാർഗമില്ല, ഞാൻ തളർന്നവനാ, മുടന്തനാ. അവർ ആ മനുഷ്യനെ നോക്കി. അങ്ങനെയാണ് നമുക്ക് വേദപുസ്തകത്തിൽ വായിക്കുവാനായിട്ട് സാധിക്കുന്നത്. പത്രോസും യോഹന്നാനും അവനെ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞതിങ്ങനെയാ, അവനെ ഉറ്റുനോക്കി. 4-ാമത്തെ വാക്യം, അവനെ ഉറ്റുനോക്കി, ഞങ്ങളെ നോക്ക് എന്ന് പറഞ്ഞു. അവൻ വല്ലതും കിട്ടും എന്ന് കരുതി അവരെ സൂക്ഷിച്ച് നോക്കി. വാക്യം അർത്ഥമുള്ളതാ. ആരാധനാ സമൂഹം മനസ്സിലാക്കേണ്ടുന്ന ഒരു കൊച്ചു വാക്യമാണ്. അവർ അവനെ ഉറ്റു നോക്കി. ചുറ്റുപാടുമുള്ള സമൂഹത്തിൻ്റെ വേദന മനസ്സിലാക്കുന്നവനാ ക്രിസ്ത്യാനി. ചുറ്റുപാടുമുള്ള സമൂഹത്തിൻ്റെ വേദന ഉറ്റുനോക്കുവാൻ കഴിയുന്നവനാ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ പൈതൽ. അത് ഉറ്റുനോക്കുക മാത്രമല്ല, അവൻ്റെ വേദനകളുടെ മധ്യത്തിൽ മാതൃകയോടെ ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുവാൻ കഴിയുന്നവനായി. പത്രോസിന് യോഹന്നാനും അങ്ങനെയൊന്നും പറയേണ്ട ഒരു കാര്യവുമില്ല. ഞങ്ങളെ ഉറ്റുനോക്കുന്നെന്നും പറയേണ്ട ഒരു കാര്യവുമില്ല, അല്ലേ?
അല്ലെങ്കിൽ ഇവരെ ഉറ്റുനോക്കുന്നെന്ന് പറയുന്ന ഒരു കാര്യമില്ല. പക്ഷെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓരോ വാക്കുകളും വേദപുസ്തകത്തിൽ ചേർത്ത് വച്ചിരിക്കുന്നത് ധാരാളം മർമ്മങ്ങളോടുകൂടെയാ. അവർ പറഞ്ഞു, ഞങ്ങളെ നോക്ക്, ലുക്ക് അറ്റ് us. ഇന്നത്തെ ക്രൈസ്തവ സമൂഹത്തിന് പറയുവാൻ കഴിയുമോ ഞങ്ങളെ നോക്കുന്നു? അന്ധകാരത്തിൻ്റെ മ്ലേച്ഛതയുടെ എന്തെല്ലാം വെറുക്കൂത്തുകളുടെ ആണും പെണ്ണും വ്യത്യാസമില്ലാതെ മദ്യത്തിനും മയക്കുമരുന്നിനും വ്യാപൃതരായി വഴങ്ങി ചെറുപ്പക്കാർ കുഞ്ഞുങ്ങൾ പോലും നശിച്ചുകൊണ്ടിരിക്കുന്ന അന്ധകാരത്തിൻ്റെ മധ്യത്തിൽ സാക്ഷ്യമുള്ള സഭയായി ഞങ്ങളെ നോക്കെന്ന് പറയുവാൻ കഴിയുന്ന ജീവിതത്തിൻ്റെ വിശുദ്ധി, യേശുക്രിസ്തുവിൻ്റെ പ്രതിച്ഛായയായി നിൽക്കുവാൻ സഭ നമ്മളോട് ആവശ്യപ്പെടുകയാണ്. പത്രോസ് പറഞ്ഞു, ഞങ്ങളെ നോക്കുക. അവന് വല്ലതും കിട്ടുമോ എന്ന് വിചാരിച്ച് ഉറ്റുനോക്കി. അപ്പോൾ പറഞ്ഞു, വെള്ളിയും പൊന്നും ഞങ്ങളുടെ കയ്യിലില്ല, ഞങ്ങൾക്കൊരാളുണ്ട്, നസ്രേനായ യേശു. ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക്, നിൻ്റെ പ്രശ്നങ്ങൾക്ക്, നിൻ്റെ വേദനകൾക്ക്, നിൻ്റെ അപൂർണതയ്ക്ക് പരിഹാരം തരുവാൻ കഴിയുന്ന ഒരുവൻ ഞങ്ങളുടെ കയ്യിലുണ്ട്. എന്നിട്ട് ഈ stretched out his hand. പത്രോസ് കൈ നീട്ടി. ദൈവത്തിൻ്റെ മക്കളെ, തുടർന്നുള്ള നിമിഷങ്ങൾ പ്രാർത്ഥനയോടുകൂടെ ദൈവമേ എന്നോട് സംസാരിച്ച് എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യേണ്ടതെന്ന് ചെയ്യുവാൻ എന്നെ പ്രാപ്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഹൃദയങ്ങളോട് ഇടപെടട്ടെ. ആരാ കൈ നീട്ടിയത്? പത്രോസ. Peter stretched out his hand. അല്ല, ആ മനുഷ്യനെ കുറിച്ച് വേദപുസ്തകം എഴുതിയിരിക്കുന്നത്, ആ മുടന്തനായ മനുഷ്യൻ ആ നീട്ടപ്പെട്ട കയ്യിൽ പിടിച്ചു. പക്ഷേ അവൻ അനുഭവപ്പെട്ടത് പത്രോസിൻ്റെ കൈയായിട്ടല്ല, അവൻ അനുഭവപ്പെട്ടത് സൗഖ്യമാക്കുന്ന യേശുക്രിസ്തുവിൻ്റെ കരങ്ങളായിട്ടാണ്. ഹല്ലേലൂയ. The Peter stretched out his hand, and this man, the lame man, experienced the healing hand of Jesus. അവന് സൗഖ്യം പ്രാപിച്ച് സടകുടഞ്ഞെഴുന്നേറ്റ്. ഹല്ലേലൂയ. അപ്പം ഇത്രയും നാളും, എത്ര നാളെന്ന് വേദപുസ്തകം പറയുന്നില്ല, ഇത്രയും നാളും സുന്ദരമെന്ന പടിവാതിക്കൽ വെറും ഒരു ഭിക്ഷക്കാരനായി മറ്റുള്ളവർ എറിഞ്ഞു കൊടുക്കുന്ന നാണയത്തിട്ട് കൊണ്ട് ജീവിതം കഴിച്ചു പോയതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ആരെങ്കിലും ഒരു ദൈവ പൈതൽ യേശുവിനെ അറിയാവുന്ന, യേശുവിനെ പകർന്നു കൊടുക്കുവാൻ കഴിയുന്ന, യേശുവിൻ്റെ അധികാരത്തോടുകൂടെ ക്രിസ്തുവിൻ്റെ കരമായി പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരാളെങ്കിലും കൈനീട്ടിയാൽ, കൈനീട്ടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നിന്റെ സഭയിലെ കള്ളൂടിയൻ എന്നെ മാനസാന്തരപ്പെടുത്തില്ലായിരുന്നു. നിന്റെ സഭയുടെ ദുർമാർഗി എന്നെ മാനസാന്തരപ്പെടുത്തില്ലായിരുന്നു. നിന്റെ സഭയിലെ ദൈവത്തെ അറിയാതെ ജീവിക്കുന്ന, ലോകത്തിൻ്റെ കാലഗതികൾക്കനുസരിച്ച് ജീവിക്കുന്ന, മാനസാന്തരപ്പെടാത്ത, കൊണപ്പെടാത്ത മനുഷ്യൻ, സ്നേഹിത, നിന്റെ ജീവിതം യേശുവിൻ്റെ കരമായി നീട്ടപ്പെടുവാൻ സാധിച്ചിരുന്നെങ്കിൽ, അവർ നിന്റെ കരങ്ങളിൽ, നിന്റെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ വിടുവിക്കുന്ന കരം കാണുവാൻ, ശക്തി അനുഭവിക്കുവാൻ, if only they could experience the power, the delivering power of Jesus Christ in your life, in your life, നിന്റെ ജീവിതത്തിൽ, വിശ്വാസിയെ, നിന്റെ ജീവിതത്തിൽ നിന്റെ കരങ്ങൾ നീട്ടപ്പെടുന്നതിൽ കൂടെ യേശുവിൻ്റെ ശക്തി പകർന്നു കൊടുക്കുവാൻ സാധിച്ചിരുന്നെങ്കിൽ നമ്മുടെ സമൂഹം എന്നേ വീണ്ടെടുക്കപ്പെടുമായിരുന്നില്ലേ? പക്ഷേ നമുക്ക് നീട്ടാൻ മടിയാ. നമുക്ക് നമ്മുടെ ജീവിതം നീട്ടിക്കൊടുക്കുവാൻ, നമുക്ക് സാക്ഷ്യമുള്ള ജീവിതമില്ലാതെയായി, നമുക്ക് നമ്മുടെ ചുമതലയെക്കുറിച്ച് ബോധമുള്ള ജീവിതമില്ലാതായി, നമ്മുടെ അധികാരത്തെക്കുറിച്ച് അവബോധമുള്ള ജീവിതം നമുക്കില്ലാതെയായി. അതുകൊണ്ട്
പാപത്തിൻ്റെ പടുകുടിയിൽ കിടക്കുന്ന ഒരുവനെ വിടുവിക്കുവാൻ, അവനിൽ ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുവാൻ, അവൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഞങ്ങളെ നോക്ക് എന്ന് ധൈര്യത്തോടെ പറയുവാൻ നമുക്ക് കഴിയാതെ വരിക. ഇന്ന് രാത്രി ദൈവം നമ്മളെ ഏൽപ്പിക്കുന്ന ചുമതല അതാ. Can you stretch out your life, your Christian witness and testimony, so that many, those who are around you, may behold and experience the delivering power of Jesus Christ. നിനക്ക് ചുറ്റുമുള്ള അപൂർണതയിലും അന്ധകാരത്തിലും ജീവിക്കുന്ന അനേകർ യേശുവിനെ അറിയുവാൻ തക്കവണ്ണം, വിശ്വാസിയെ, ഈ കൺവെൻഷൻ്റെ അവസാന നിമിഷങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് ചോദിക്കുന്ന ചോദ്യം അതാ. ക്യാൻ യു നിനക്ക് ഇവിടെ ഇരിക്കുന്ന ദൈവത്തിൻ്റെ മക്കളായിരിക്കുന്നവർ, ദൈവവചനത്തിൻ്റെ മുമ്പിലിരിക്കുന്ന, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഇടപെടലിൻ്റെ മുമ്പിലിരിക്കുന്ന സഹോദര സഹോദരിയെ, നിൻ്റെ അധികാരമെന്തെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, നിൻ്റെ ശുശ്രൂഷ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, നിനക്ക് ചുറ്റുമുള്ള അപൂർണതയുടെ ലോകത്തിൽ ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുന്ന ജീവിതമായി മാറുവാൻ, വേദപുസ്തകം പറയുന്ന അവസാന ഭാഗം കൂടെ പറഞ്ഞ് ഞാൻ പോകട്ടെ. അവൻ ചാടി എഴുന്നേറ്റു, എന്നിട്ട് അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിക്കൊണ്ട് അവരോടുകൂടെ ദൈവാലയത്തിലേക്ക് വന്നു. നമ്മൾ പലരെക്കുറിച്ചും പരാതി പറയും. അവൻ പള്ളി കയറാത്തവനാ, അല്ലേ? അവൻ കള്ളുകൂടിയനാ, കുടപ്പെടാത്തവനാ, വീട്ടുകാരെ അവൻ നശിച്ചു പോവില്ലേ? നമ്മൾ പലപ്പോഴും ബ്രാൻഡ് ചെയ്യാൻ വളരെ മിടുക്കരാ. പക്ഷെ ഒരു പത്രോസ് കൈനീട്ടി കൊടുത്തപ്പോ വർഷങ്ങളായി മുടന്തനായിരുന്ന മനുഷ്യൻ യേശു ക്രിസ്തുവിൻ്റെ അധികാരത്തിൻ്റെ വിടുവിക്കുന്ന ശക്തി അനുഭവിച്ച് ചാടി എഴുന്നേറ്റ് നടന്നും തുള്ളിയും കൊണ്ട് ഇപ്പൊ അവനെ കാണാൻ സാധിക്കുന്ന എവിടാന്നറിയാമോ? ആരാധനാ വൃന്ദത്തിൻ്റെ നടുവിൽ ദൈവാലയത്തിലാണ്. ഇതുവരെയും അവൻ ആരാധനാ വൃന്ദത്തിൽ യോജിക്കുവാൻ കഴിയാതെ വന്നത്, അവൻ ദൈവാലയത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുവാൻ കഴിയാതെ വന്നത്, ഈ ആരാധനാ സമൂഹത്തിലെ ആരെങ്കിലും ഒരാൾ അവന് വേണ്ടി ക്രിസ്തുവിൻ്റെ കരം നീട്ടുവാൻ സാധിച്ചില്ല, ഇടയായില്ല എന്നുള്ളത് കൊണ്ടാണ്. ഇന്ന് രാത്രി ആ തീരുമാനമായിട്ട് കടന്നു പോകുവാൻ ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുക. എൻ്റെ പ്രിയപ്പെട്ട അച്ഛന്മാരെ, സഹോദരങ്ങളെ, എൻ്റെ കർത്താവിന് വേണ്ടി ഒരാത്മാവിനെ നേടുന്നതിനപ്പുറമായി ഒരു ശുശ്രൂഷയും കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. നിനക്ക് പള്ളി പണിയാം, നിനക്ക് പാസനേജ് പണിയാം, നിനക്ക് കോളേജ് വളർത്താം, മരം വെച്ച് പിടിപ്പിക്കാം, ഗ്രീനറി ഉണ്ടാക്കാമോ, എല്ലാം ചെയ്യാം, നല്ലതാ, ഒന്നും തിരിച്ച് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരാത്മാവിനെ നേടുവാൻ നിനക്ക് സാധിക്കുന്നില്ല എങ്കിൽ, നിനക്ക് ചുറ്റും അപൂർണതയുടെ, നിനക്ക് ചുറ്റും അന്ധകാരത്തിൻ്റെ, കൂരിരുട്ടിൻ്റെ ഒരു സമൂഹമുണ്ട്. ആ സമൂഹത്തിൻ്റെ മധ്യത്തിൽ ദൈവത്തിൻ്റെ തേജസ്സിനാൽ നിന്നെ വാതിൽ കാവൽക്കാരനായി, കാരമുള്ള ഉപ്പായി, ദൈവത്തിൻ്റെ മഹത്വം കൊടുക്കുന്ന വെളിച്ചമായി അനേകരെ ക്രിസ്തുവിലേക്ക് ആദായപ്പെടുത്തുവാനാക്കി വെച്ചിരിക്കുമ്പോൾ നമ്മുടെ വേല ഏറ്റെടുത്ത് ചെയ്യുവാൻ തയ്യാറാകുമോ? ഈ 41ാം കൺവെൻഷൻ്റെ അവസാന നിമിഷങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നുകൊണ്ട് നമ്മളോട് ചോദിക്കുന്ന ചോദ്യം അതാ. വടക്കേ ഇന്ത്യയിൽ, എന്തിന് നമ്മുടെ കൊച്ചു കേരളത്തിൽ അനേകർ നശിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ക്രിസ്തുവിനെ അറിയാതെ, ഈ ക്രിസ്തുവിനെ വിടുവിക്കുന്ന ശക്തി അറിയാതെ അനേകർ വീണുകൊണ്ടിരിക്കുമ്പോൾ, വിശ്വാസി, ഇന്ന് രാത്രി നിനക്കൊരു തീരുമാനമെടുക്കാമോ? എൻ്റെ ജീവിതം കൊണ്ട്, എൻ്റെ ക്രൈസ്തവ സാക്ഷ്യം കൊണ്ട് ഞാൻ ഒരുവനെയെങ്കിലും ക്രിസ്തുവിന് നേടും എന്നൊരു തീരുമാനം. അവൻ ആരാധനാ വൃന്ദത്തിൽ ദൈവാലയത്തിൻ്റെ അകത്തേക്ക് കടന്നു.
ഒരുവൻ അവന് ക്രിസ്തുവിനെ കാണിച്ചു കൊടുത്തപ്പോൾ ഇതുവരെയും അവന് സാധിച്ചില്ല. കാരണം ആരും അവനെ ക്രിസ്തുവിനെ കാണിച്ചു കൊടുത്തില്ല. ഈ രാത്രികാലം ഒരു തീരുമാനം എൻ്റെ ജീവിതം കൊണ്ട് 42ാം കൺവെൻഷൻ 2025 ഞാൻ ഈ പന്തലിൽ വരുമ്പോൾ എടുക്കാമോ തീരുമാനം? എൻ്റെ ജീവിതം കൊണ്ട് നേടിയ ഒരാത്മാവിനെ കൊണ്ടുവരുമെന്ന് തീരുമാനമെടുക്കുവാൻ കഴിയുന്ന എത്ര പേര് ഈ പന്തലിലുണ്ടോ? ദൈവം എന്നെ ആക്കിയിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ എന്നിൽ വസിക്കുന്ന ക്രിസ്തുവിൻ്റെ അധികാരത്തോടും വിടുവിക്കുന്ന ശക്തിയോടും അവൻ്റെ മുമ്പിൽ ക്രൈസ്തവ ജീവിതം നയിച്ച് ഒരുവരെയെങ്കിലും അടുത്ത വർഷം ഈ പന്തലിനുള്ളിലേക്ക് ഞാൻ കൊണ്ടുവരുമെന്ന് തീരുമാനമെടുപ്പാൻ നമുക്ക് എത്ര പേർക്ക് സാധിക്കും? കണ്ണുകളെ അടയ്ക്ക്. ആ ചോദ്യത്തിൻ്റെ മുമ്പിൽ മറുപടി പറ. ആ ചോദ്യത്തിൻ്റെ മുമ്പിൽ ഒന്ന് മറുപടി പറഞ്ഞേ, കർത്താവേ, ഞാൻ ആരാകുന്നുവെന്ന് തിരിച്ചറിയുവാൻ, എൻ്റെ അധികാരം എന്താണെന്ന് തിരിച്ചറിയുവാൻ, എനിക്ക് ചുറ്റുമുള്ള സമൂഹത്തിൽ അവൻ്റെ പ്രകാശമായി ശോഭിപ്പാൻ, അവൻ്റെ അധികാരത്തോടെ ശോഭിപ്പാൻ ഈ രാത്രി ഈ കൺവെൻഷൻ്റെ അവസാന നിമിഷത്തിൽ ഞാനൊരു തീരുമാനമെടുക്കുകയാണ്. എല്ലാ കണ്ണുമടഞ്ഞിരിക്കണം. ഏതാനും നിമിഷങ്ങൾ കൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ആരും അലക്ഷ്യമായിട്ടിരിക്കരുത്. നീയും നിൻ്റെ ദൈവവും തമ്മിലുള്ള ഒരു ഉടമ്പടിയുടെ സമയമാണ്. അടുത്ത നിമിഷം നിനക്കുള്ളതല്ല. പോകുന്ന വഴി ഒരുപക്ഷെ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ തിരിച്ചു ചോദിച്ചാൽ ദൈവത്തിന് വേണ്ടി ഒരു തീരുമാനമെടുക്കുവാനുള്ള അവസരം നീ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ അവസരം അത് ദൈവം നിന്നോട് ചോദിക്കുന്ന അവസരമാണെന്നറിഞ്ഞ തീരുമാനമെടുക്കാൻ, കർത്താവേ, അങ്ങയ്ക്ക് വേണ്ടി ഒരാത്മാവിനെ നേടുവാൻ. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും പ്രാർത്ഥനയ്ക്കായിട്ട് എഴുന്നേറ്റ് നിൽക്കാം. ഈ തീരുമാനത്തോടെ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേലുണ്ട്. ആ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ആയുസ്സിൻ്റെ എല്ലാ നാളും അവന് വേണ്ടി ഒരു കൈത്തിരിയായിട്ട് ഞാൻ ശോഭിക്കുമെന്നുള്ള തീരുമാനം ഈ രാത്രി നമുക്കെല്ലാവർക്കും എടുക്കാം. കർത്താവ് നിന്നോടത് ആവശ്യപ്പെടുകയാണ്. നിൻ്റെ ജീവിതത്തോട് ദൈവം ആവശ്യപ്പെടുകയാണ്. ഒരു നിമിഷം നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഉള്ളിൽ നമുക്ക് തീരുമാനങ്ങൾ എടുക്കാം. നമ്മുടെ തീരുമാനത്തിൻ്റെ പ്രതീകമായി കൊയറിനോടുകൂടെ ചേർന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ആ ഇരടികൾ ചേർന്ന് പാടാം. എൻ്റെ ആയുസ്സിൻ ദിനമൊക്കെയും തൻ്റെ നാമമഹത്വത്തിനായി ഒരു കൈത്തിരി പോൽ എത്തി വിളങ്ങുമെന്ന് പാടാം. നമുക്ക് ചേർന്ന് കൊയറിനോട് ചേർന്ന് പാടാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ആയുസ്സിൻ ദിനമൊക്കെയും തൻ്റെ നാമമഹത്വത്തിനായി, എൻ്റെ ആയുസ്സിൻ ദിനമൊക്കെയും തൻ്റെ നാമമഹത്വത്തിനായി ഒരു കൈത്തിരി പോൽ അവൻ വഴികളെ ഞാനറിഞ്ഞ് അനുഗമിച്ചിടും അവനോട് അനുഗമിച്ചിടും അവനോട് ഒരു
കൈത്തിരിയായി എരിഞ്ഞ അനേകരുടെ ജീവിതത്തിൽ പ്രകാശം കൊടുത്ത് ഒടുവിൽ അവൻ്റെ തിരുമാറിൽ അണയുമെന്ന് തീരുമാനമെടുത്തുകൊണ്ട് 41ാമത്തെ കൺവെൻഷൻ്റെ അവസാന നിമിഷത്തിൽ നമ്മുടെ ജീവിതത്തെ കർത്താവിന് കരങ്ങി കൊടുക്കാം. ദൈവമേ, അങ്ങ് ഞങ്ങളോട് സംസാരിച്ച വചനത്തിനായി സ്തോത്രം. ഞങ്ങൾക്ക് ചുറ്റും അപൂർണതയുള്ള ഒരു ലോകമുണ്ട്, അന്ധകാരത്തിൽ കഴിയുന്ന ഒരു സമൂഹമുണ്ട്. അതിൻ്റെ മധ്യത്തിൽ അവിടുത്തെ തേജസ് ഞങ്ങളിലേക്ക് പകർന്നു തന്ന് ഞങ്ങളെ അവിടുത്തെ വാതിൽ കാവൽക്കാരനായി ഖാരമുള്ള ഉപ്പായിരിപ്പാൻ, ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന നന്മയുടെ പ്രകാശം പരത്തുന്ന വിളക്കായിരിപ്പാൻ അനേകരെ അവിടുത്തെ ശിഷ്യരാക്കിക്കൊള്ളുവാനുള്ള ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട്. പലപ്പോഴും ഞങ്ങളത് മറന്ന് ദൈവം ഞങ്ങൾക്ക് തന്നിട്ടുള്ള അധികാരം എന്തെന്ന് തിരിച്ചറിയുവാൻ കഴിയാതെ, കർത്താവേ, ഞങ്ങളുടെ ചുമതലകളിൽ നിന്ന് ഞങ്ങൾ പിന്മാറിപ്പോയിട്ടുണ്ട് എന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. ഒരു മുടന്തനായ മനുഷ്യന് പത്രോസ് തൻ്റെ കരം നീട്ടിയപ്പോൾ അവൻ യേശുവിൻ്റെ സൗഖ്യമാക്കുന്ന കരം പിടിച്ചു. ഈ രാത്രി ഞങ്ങളൊരു തീരുമാനമെടുക്കുക. ഞങ്ങളുടെ കരം മാത്രമല്ല, ഞങ്ങളുടെ ജീവിതം മുഴുവനും അനേകർക്ക് ക്രിസ്തുവിൻ്റെ വിടുതലിന്റെ കരമായി മാറേണ്ടതിന് സമർപ്പിക്കുന്നു. കർത്താവേ, അനേകരെ ക്രിസ്തുവിലേക്ക് ആദായപ്പെടുത്തുവാൻ, കർത്താവേ, അടുത്ത വർഷം ഈ യോഗത്തിന് വരുമ്പോൾ ഞങ്ങളുടെ ജീവിതം കൊണ്ട് ഞങ്ങൾ നേടിയ ഒരുവനെ കൊണ്ട് ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ആയുസ്സിൻ്റെ നാളൊക്കെയും ദൈവനാമ മഹത്വത്തിനായി ഒരു തിരിയായി കത്തുന്ന വിളക്കായി എരിഞ്ഞ് അങ്ങയുടെ മാർവിൽ അണയുവാൻ ഞങ്ങളിടയാക്കണമേ. നിന്റെ ജനത്തിൻ്റെ തീരുമാനത്തെ മാനിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അവരെ മുദ്രയിട്ടുകൊള്ളണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമാധാനത്തോടെ ഞങ്ങളെ അയച്ചാട്ടെ, തിരുകൃപയെ ഞങ്ങളെ സൂക്ഷിച്ചാട്ടെ. ഈ മഹാടവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ മഹാടവയുടെ എല്ലാ ദൈവാലയങ്ങളെയും അവിടെയുള്ള ജനത്തെയും, ജനത്തിന് ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ പട്ടക്കാരെയും ഉപദേശിമാരെയും പ്രവർത്തകരെയും, അഭിമന്യ തിരുമേനിയെ, ഞങ്ങളോടൊപ്പം ആയിരിക്കുന്ന ദാനിയേൽ തിരുമേനിയെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കൂട്ടായി നിന്നുകൊണ്ട് ഒരേ ദർശനത്തോടെ ഒരേ ആത്മഭാരത്തോടെ എൻ്റെ കർത്താവിന് വേണ്ടി അധ്വാനിപ്പാൻ എൻ്റെ മക്കളെ സഹായിക്കണമേ. അടിയൻ ലഭിച്ച ഈ നല്ല അവസരത്തിനായിട്ട് സ്തോത്രം. പ്രാർത്ഥനയോടെ ഞങ്ങൾ പിരിയട്ടെ കർത്താവേ. ശരീരം കൊണ്ട് പിരിയുന്നെങ്കിലും പ്രാർത്ഥനയുടെ ഐക്യത്തിൽ എന്നും ഒന്നായിരിക്കാനിടയാക്കണം. ഇനി കാണും വരെയും ഞങ്ങളെ സൂക്ഷിക്കണം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അടിയങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ.